സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഒരു അനുഗ്രഹീത സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ്. നിങ്ങളുടെ നാട്ടുകാരനും എൻ്റെ പ്രിയപ്പെട്ട കൂറുകാരനുമായിരുന്ന വള്ളില മുഹമ്മദ് ഫൈസി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാകട്ടെ. അള്ളാഹുവിന്റെ ദർബാറിലേക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്കും നാടും വീടും കുടുംബവുമെല്ലാം വിട്ട് മനസ്സ് ഏറ്റവും ബഹുമാനമുള്ള ഹറമൈൻ ശരീഫൈനിയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നതിനിടയിൽ ഷഹീദിന്റെ മരണമാകാൻ വളരെയേറെ സാധ്യതയുള്ള വാഹനം അപകടം സംഭവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ് ഒരു വർഷം തികയുന്നതിനിടയിൽ നാം പലപ്പോഴായി പരിശുദ്ധ ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, നമുക്ക് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയും ദുആ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വർഷം തികയുന്ന സമയത്ത് നാം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളിൽ നിന്ന് വഫാത്തായി പോയ മുഴുവൻ പണ്ഡിതന്മാരെയും പ്രവർത്തകന്മാരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ടു പോയ ആളുകളുടെ ഗുണങ്ങൾ പറയുക എന്നത് ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ മരിച്ചുപോയ ആളുകളുടെ നന്മകൾ നിങ്ങൾ പറയണം എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയവരുടെ ഗുണങ്ങൾ പറയുന്നത് ഒരു സൽക്കർമ്മമാണ്, സാലിഹായ അമലാണ്. ആ ചെറിയ കുട്ടീനെ വിളിച്ച് ഉറങ്ങിപ്പോയ കുട്ടീനെ, സുബ്ഹാനല്ലാഹ്. മരണപ്പെട്ടു പോയ ആളുകളുടെ നന്മകൾ പറയുന്നത് സൽക്കർമ്മമാണ്. മരണപ്പെട്ടു പോയ ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ മരണപ്പെട്ടു പോയ വ്യക്തി അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഇസ്ലാമിന് കേടുവരുത്തുന്ന മനുഷ്യനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ ദൂഷ്യവശങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ ആവശ്യമാണ്. ഇത് ഒരു ഇസ്ലാമിക നിയമമാണ്. സർവ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും അത് കാണാം. മരണപ്പെട്ടു പോയവരെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ്
അവരുടെ നന്മകൾ പറയുക എന്നത്. അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ് അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്നത്. ഇതിന് നമുക്ക് ധാരാളം തെളിവുകൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും കാണാം. വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൽക്കാലത്ത് വരുന്ന ആളുകൾ എന്നെ സംബന്ധിച്ച് നല്ലത് പറയുന്ന ഒരവസ്ഥാവിശേഷം എനിക്ക് ഉണ്ടാക്കിത്തരണമെന്ന് അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ നിന്ന് തന്നെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചവരുണ്ടെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പിൻതലമുറ നല്ലത് പറയുന്നവരാവുക എന്നത് ഒരു ഭാഗ്യമാണ്, അതൊരു മഹത്വമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും പൂർവകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെയും പൂർവകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരുടെയും ധാരാളം ബഹുമാനങ്ങൾ പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്ന സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജരായിട്ടുണ്ട്. അങ്ങനെ പറയാൻ പ്രചോദനം നൽകിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ തന്നെ മരണപ്പെട്ടു പോയ മഹാന്മാരുടെയും മഹദികളുടെയും ബഹുമാനങ്ങളും സ്ഥാനങ്ങളും മദ്ഹുകളും പറഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ വഫാത്തായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണ് വലാകിൻ കാന യുക്സിറു ദിക്റഹാ. ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ധാരാളമായി പറയുക, ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അല്ലാഹുവിന്റെ റസൂൽ ധാരാളം ചെയ്തിരുന്ന ഒരു സൽക്കർമ്മമാണ്. വെറും ബഹുമാനം പറയൽ മാത്രമല്ല, ربما ذبح الشاة فيقطعها أقلاء ثم يبعث إلى صدائق خديجة. ചിലപ്പോൾ ആട്ടിനെ അറുത്ത് അതിന്റെ മാംസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചിരുന്ന സ്നേഹിതകൾക്ക് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്മരണ പുതുക്കുന്ന നിലക്ക് വിതരണം ചെയ്യാറുണ്ട്. അങ്ങനെ മരണപ്പെട്ടു പോയ ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. എന്താണ് ഖദീജ റളിയല്ലാഹു അൻഹയോട് ഇത്രയധികം സ്നേഹം പ്രകടിപ്പിക്കാൻ കാരണം? ഖദീജ റളിയല്ലാഹു അൻഹയുടെ മദ്ഹ് പറയാൻ എന്താണ് കാരണം? വെറും ഭാര്യയായി എന്നതല്ല, മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രവർത്തന രംഗത്ത് വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ശാരീരികമായും മാനസികമായും അതുപോലെ സാമ്പത്തികമായും പരമാവധി ദീനീ പ്രവർത്തന രംഗത്ത് സഹായിച്ച, സഹകരിച്ച, ദീനിന്റെ വലിയ ശക്തി പകരാൻ വേണ്ടി അധ്വാനിച്ച മഹദിയായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വന്ന്, ആദ്യമായി വഹി വന്ന് ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന്റെ പേരിൽ മാനസികമായി ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ ഭാരം ചിന്തിക്കുന്നതിനാൽ അവിടുന്ന് ഭീതിയുണ്ടായപ്പോൾ, ഏറ്റെടുത്ത ഉത്തരവാദിത്വം ചെറുതല്ലല്ലോ, അന്ത്യനാൾ വരെയുള്ള ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തിന്റെ വെയിറ്റ് മനസ്സിലാക്കി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിറയൽ അനുഭവപ്പെട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്ന് വിഷയം അവതരിപ്പിച്ചപ്പോൾ ആദ്യം തന്നെ ഖദീജ ബിവി നല്ല മനക്കരുത്തുണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞു. സാധാരണ സ്ത്രീകളെ പതിവ് അങ്ങനെയല്ല. സാധാരണ ഭാര്യമാരെ പതിവ് ഭർത്താവിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നിട്ട് എനിക്ക് ഒരു വലിയ വിഷയമുണ്ട് എന്ന് പറഞ്ഞാല് സാധാരണ നിലക്ക് സ്ത്രീകൾ പറയാ നിങ്ങൾക്ക് അങ്ങനെ തന്നെയാ കിട്ടുക, നിങ്ങളെ കളി അങ്ങനെ തന്നെയാണ് എന്നാ. സാധാരണ സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെ. ഒരിക്കലും ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഉയർത്തിപ്പറയാൻ ഭാര്യമാര് തയ്യാറാവൂല. ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഭർത്താവിന്റെ ബഹുമാനം പറയും, ഭർത്താവ് പോയാൽ വലിയ ബഹുമാനം പറയും. അതുപോലെ വേറെ പലരോടും ഭർത്താവിന്റെ മഹത്വമൊക്കെ പറയെങ്കിലും സീക്രട്ടായി പരസ്പരം സംസാരിക്കുമ്പോ എപ്പോഴും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ പറ്റും, നിങ്ങൾ അങ്ങനത്തെ കളിയാ കളിക്കല് എന്നല്ലാതെ ഒരിക്കലും തന്നെ ഒരു സ്ത്രീ ഭർത്താവിനെ സംബന്ധിച്ച് സാധാരണ നിലക്ക് മഹത്വം പറയൽ വളരെ വിരളമാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യം തന്നെ പറയുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നവും അങ്ങേക്ക് വരാനില്ല. നേരത്തെ ഇവിടെ ഹദീസിന്റെ ഭാഗം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ ധരിക്കുന്നു. ഒരു ചെറിയ ഒരു വക്ക് ഞാൻ അതിന്റെ ഒരു വാല് ഞാൻ നേരത്തെ വരുമ്പോ കേട്ടത് കൊണ്ട് ഞാൻ ഹദീസിന്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കുന്നില്ല. കല്ലാനായി ഹുസീക്കല്ലാഹു അബദ, ഒരു പേടിയും ഭയവും പേടിക്കേണ്ടതില്ല, അള്ളാഹു തങ്ങളെ കൈയൊഴിക്കുകയില്ല എന്ന് പറഞ്ഞ് ആദ്യം തന്നെ ദീനീ പ്രവർത്തന രംഗത്ത് കാലെടുത്തു വെക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് മനക്കരുത്ത് നൽകിയത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടിയിട്ട് ഒരു വലിയ മഹാന്റെ അടുക്കലേക്ക് പോവുകയാണ് ചെയ്തത്. എന്തെങ്കിലും ഒരു പ്രശ്നം വരും, ഒരു മഹാനെ സമീപിക്കുക, എന്നിട്ട് ആ മഹാനോട് കാര്യം പറയുക, അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിക്കുക, അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. അതൊക്കെ തുടക്കത്തിലേ ഉള്ളതാ, ഇപ്പോഴും ഉണ്ടത്. അതിന് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ഒരു മഹാന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ മഹാനോട് പറയേണ്ടതൊക്കെ പറഞ്ഞ് ആ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഓ മുഹമ്മദേ, നിങ്ങൾ ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിങ്ങളുടെ അടുക്കൽ വന്ന ആള് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന നാമൂസാണ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നാമൂസും ജാസൂസും ഉണ്ട്. ജാസൂസ് എന്ന് പറഞ്ഞാല് എന്തുണ്ട് രഹസ്യം എന്നൊക്കെ ചോർത്തിയെടുക്കാൻ വേണ്ടി കയറി വരുന്ന ആളുകള് ഷെറ് ആയ ഉദ്ദേശത്തോടുകൂടെ പലപ്പോഴും കയറി വരുന്ന ജാസൂസ് എന്ന് പറയും. നാമൂസ് എന്ന് പറഞ്ഞാൽ ഹൈറായത് ഇട്ടു തരാൻ വേണ്ടി വരുന്ന ആളാണ് നാമൂസ്. ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന നാമൂസാണ് തങ്ങളുടെ അടുക്കൽ വന്നത്, ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്ന് പറഞ്ഞതിന് ശേഷം, പക്ഷേ നിങ്ങളെ നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് സ്വതന്ത്രമായി അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ നിങ്ങളെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. ആ അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് പ്രായമായി പോയി, നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു എന്ന് വറഖത്ത് ഇബ്നു നൗഫൽ ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, നഹ്വിന്റെ കിതാബ് ഓതിയ മുതഅല്ലിമീങ്ങൾ അവര് നഹ്വ് പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്, അവ മുഖ്രിജിയഹും എന്റെ നാട്ടിൽ വെച്ച് എന്റെ കുടുംബക്കാരും നാട്ടുകാരുമൊക്കെ ഞാൻ ആ നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് പോകാൻ കാരണമാകുന്ന പ്രവർത്തനം നടത്തുമോ എന്ന് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ചര്യത്തോടെ ചോദിച്ചു പോയി.
കാരണം 40 വർഷമായിട്ട് ഒരു വ്യക്തിക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവരുടെ നാട്ടില് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായ സന്ദർഭം കഅബ ഷരീഫിന്റെ പുനർനിർമ്മാണം നടന്ന് ആ കഅബത്തിന്റെ മൂലയിൽ വെച്ചിരിക്കുന്ന ഹജറുൽ അസ്വദ് എന്ന കല്ല്, അത് ആരാണ് കഅബത്തിന്റെ മൂലയിൽ വെക്കുക എന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കം നടന്നപ്പോൾ ആ തർക്കത്തിന്റെ പ്രശ്നം പോലും വളരെ രമ്യമായി നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സംതൃപ്തിയുള്ള തീരുമാനമെടുത്ത്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ തീരുമാനമെടുത്ത് അതിനു പോലും പരിഹാരം കണ്ട അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, ഏത് കെട്ടുകളും അഴിഞ്ഞു പോകുന്ന, ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും അൽ അമീൻ അൽ അമീൻ അൽ അമീൻ, ഏറ്റവും വലിയ പ്രശസ്തനായ വിശ്വസ്തൻ എന്ന് സ്ഥാനപ്പേര് വിളിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല, കളവ് പറയുമെന്നൊരു ധാരണ പോലും നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഉണ്ടായിട്ടില്ല, ഒരിക്കലും കള്ളു കുടിച്ചിട്ടില്ല, ഒരിക്കലും വാക്ക് പാലിക്കാതിരുന്നിട്ടില്ല, ഒരിക്കലും ഒരാളെയും ആക്രമിച്ചിട്ടില്ല, ഒരാളെയും കുറ്റവും കുറവും പറഞ്ഞിട്ടില്ല, ആരെയും അസംതൃപ്തിപ്പെടുത്തിയിട്ടില്ല, ഒരയൽവാസിക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, ഒരു കുടുംബവുമായും തെറ്റിയിട്ടില്ല, ഒരു പ്രായമുള്ളവരെയും നിസ്സാരപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ തുടങ്ങിയിട്ട് മോശമായ ഒരു ചിന്താഗതിയും പ്രവർത്തനവുമില്ലാതെ വളരെ സംശുദ്ധമായ ജീവിതം 40 വർഷത്തോളം യുവത്വകാലത്ത് നടത്തി മാതൃകാപരമായ ജീവിതം നയിച്ച് സർവ്വജനങ്ങളും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നെ നാട്ടുകാർ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോകാൻ കാരണമാകുന്ന പ്രവർത്തനം നടത്തുമോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സംശയിക്കുക സ്വാഭാവികമാണ്. ഞാൻ അത്രയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നാട്ടുകാരാണ്. അതാ ചോദിച്ചു, അവ മുഖ്രിജിയഹും, അവർ എന്നെ ഈ നാട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടാൻ കാരണമാകുന്ന പ്രവർത്തനം നടത്തുമോ? ആ സമയത്ത് വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന വിവരമുള്ള പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ കൊണ്ടുവന്നതുപോലെയുള്ള സത്യപ്രസ്ഥാനവുമായി ആര് വന്നോ അവർക്കൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾക്കും ആ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടെങ്കിൽ വളരെ നന്നായി നിങ്ങളെ സഹായിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മഹാപണ്ഡിതൻ പറഞ്ഞു. വറഖത്ത് ഇബ്നു നൗഫൽ, വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന പണ്ഡിതന്റെ സമീപത്തേക്ക് കൊണ്ടുപോയതും അല്ലാഹുവിന്റെ റസൂലിന് ഭീതിയുണ്ടായപ്പോൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അത് കൃത്യമായി നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വ ബോധത്തിന്റെ ഭീതി ഹൃദയത്തിലുണ്ടായിട്ട് വിറയൽ അനുഭവിച്ചപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി പരിഹാരം കാണാൻ ശ്രമിച്ചതും ബീബി ഖദീജ. ആ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയുടെ പണം, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത്, അത് ഇസ്ലാം ദീനിന്റെ പ്രവർത്തനത്തിന് ചെലവഴിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സാമ്പത്തിക ശേഷിയുള്ള ആളല്ല. അന്ന് അല്ലാഹുവിന്റെ റസൂൽ സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള ആളാണ്. അതേ നബിയെ തങ്ങൾ പ്രയാസമുള്ള ആളായിരുന്നു സാമ്പത്തിക രംഗത്ത് ആദ്യ സന്ദർഭത്തിൽ. പിന്നീട് തങ്ങളെ നമ്മൾ ഐശ്വര്യമുള്ള ആളാക്കിയിട്ടുണ്ട്. വഫാത്താകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗനിയാണ്, ഐശ്വര്യമുള്ള ആളാണ്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമാണ്. ആ സാമ്പത്തികമായ പ്രയാസമുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ താങ്ങും തണലുമായി പ്രവർത്തിച്ചത്, ദീനീ പ്രവർത്തന രംഗത്ത് താങ്ങും തണലുമായത് ബീവി ഖദീജത്തുൽ കുബ്രാ.
ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് വഫാത്താകുന്നത്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെട്ട് ജീവിച്ച കാലമുണ്ടായിട്ടുണ്ട്. അല്ലാഹു റസൂലിന്റെ അവസാന കാലത്ത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വില കൊടുത്തിട്ടുണ്ട്, ഐശ്വര്യം കൊടുത്തിട്ടുണ്ട്, സാമ്പത്തിക ശേഷി കൊടുത്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ചില മുത്തഅല്ലിമീങ്ങൾക്ക് സംശയം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് പടത്തൊപ്പി അല്ലെങ്കിൽ പടയങ്കി പണയത്തിലാണ് എന്ന് ഹദീസിലില്ലേ? അപ്പൊ വഫാത്താകുന്ന സമയത്ത് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, വജദക ആയിലൻ ഫഅഗ്ന, അല്ലാഹു തആല തങ്ങളെ ഐശ്വര്യമുള്ള ആളാക്കിയിട്ടുണ്ട്. വഫാത്താകുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐശ്വര്യമുള്ള ആളാണ്. പിന്നെ പടത്തൊപ്പി പണയത്തിലാണ് എന്ന് പറഞ്ഞതോ, പടത്തൊപ്പി പണയത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഐശ്വര്യം ഉണ്ട് എന്നാ. അതെന്താ? പണയം വെക്കുക എന്താണ്? 1000 ഉറുപ്പിക കടം വാങ്ങുമ്പോ പണയം വെക്കുക എത്ര ഉറുപ്പ്യന്റെ സാധന? 2000 ഉറുപ്പ്യന്റെ സാധനം പണയം വെക്കും. അപ്പൊ പണയം വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ കടം ഉള്ള സംഖ്യയേക്കാൾ കൂടുതൽ ഇനി സ്വത്തുണ്ടായിരുന്നു എന്നാ. കാരണം കടമുള്ളത് 1000 ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ സംഖ്യയുടെ സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവശത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പണയം വെക്കാൻ സാധിച്ചത്. അല്ലേ പണയം വെക്കാൻ കഴിയുമോ? അപ്പൊ കടമുള്ളതിനേക്കാൾ കൂടുതൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവശത്തിൽ സ്വത്ത് ഉണ്ടായിരുന്നു എന്നാണ് പണയം വെച്ചു എന്ന് പറഞ്ഞാൽ ആ വാക്ക് അറിയിക്കുന്നത്. പണയം വെക്കുന്നവർക്കും വളരെ പാവപ്പെട്ടവരായിക്കൊള്ളണം എന്നില്ല. വലിയ പണക്കാരും പണയം വെക്കും. ഫഖീറായ സാബിറായ ഫഖീറിനാണോ ഷാക്കിറായ ഗനിയിനാണോ ബഹുമാനം? സാധാരണക്കാർക്ക് മനസ്സിലായില്ല. മലയാളത്തിൽ പറയാം. ഒരാൾ ഫഖീറാണ്, വളരെ ദാരിദ്ര്യമുള്ള ആളാണ്. പക്ഷേ ആ ദാരിദ്ര്യത്തിൽ അദ്ദേഹം ക്ഷമിച്ചു നിൽക്കുന്നു. ഒരാളോട് യാചിക്കാൻ പോകുന്നില്ല, ഒരാളോട് കൈ കാണിക്കുന്നില്ല. അള്ളാഹു തന്ന ദാരിദ്ര്യം കണ്ണടച്ച് ക്ഷമിക്കുന്നു. അങ്ങനെ ക്ഷമിച്ചു ജീവിക്കുന്ന ഒരു ഫഖീറായ മനുഷ്യനാണോ അള്ളാഹുവിങ്കൽ ബഹുമാനമുള്ളത്? അതല്ല. അല്ലാഹു തആല സാമ്പത്തികമായ ശേഷി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ സാമ്പത്തികമായ ശേഷി കൊടുത്തത് കൊണ്ട് അദ്ദേഹം ഹുങ്ക് കാണിക്കുന്നില്ല, കിബിർ കാണിക്കുന്നില്ല. ശരിക്ക് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ധർമ്മം ചെയ്യുന്നുണ്ട്, സാധുക്കളെ സഹായിക്കുന്നുണ്ട്, സാധുക്കളെ സംരക്ഷിക്കുന്നുണ്ട്, എല്ലാ നല്ല കാര്യത്തിനും സഹായിക്കുന്നുണ്ട്. അങ്ങനെ വളരെ നന്ദിപൂർവം ജീവിക്കുന്ന ഐശ്വര്യമുള്ള ആൾക്കാണോ ബഹുമാനം കൂടുതൽ? അല്ലെങ്കിൽ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഫഖീറിനാണോ അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനം കൂടുതൽ? പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയാണ്. സഹോദരന്മാരെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഘട്ടം ഐശ്വര്യമായിരുന്നു. ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു വളരെ വിശദമായി പറഞ്ഞു ആർക്കാണ് ബഹുമാനം എന്നൊരു ചർച്ച. പണ്ഡിതന്മാർക്കിടയിൽ വലിയൊരു ചർച്ചയാണ്. ആർക്കാണ് ബഹുമാനം എന്ന് പറഞ്ഞാൽ ഫഖീറായ സാബിറായ ഫഖീറിനാണോ ഷാക്കിറായ ഗനിയിനാണോ ബഹുമാനം? സാധാരണക്കാർക്ക് മനസ്സിലായില്ല. മലയാളത്തിൽ പറയാം. ഒരാൾ ഫഖീറാണ്, വളരെ ദാരിദ്ര്യമുള്ള ആളാണ്. പക്ഷേ ആ ദാരിദ്ര്യത്തിൽ അദ്ദേഹം ക്ഷമിച്ചു നിൽക്കുന്നു. ഒരാളോട് യാചിക്കാൻ പോകുന്നില്ല, ഒരാളോട് കൈ കാണിക്കുന്നില്ല. അല്ലാഹു തന്ന ദാരിദ്ര്യം കണ്ണടച്ച് ക്ഷമിക്കുന്നു. അങ്ങനെ ക്ഷമിച്ചു ജീവിക്കുന്ന ഒരു ഫഖീറായ മനുഷ്യനാണോ അല്ലാഹുവിങ്കൽ ബഹുമാനമുള്ളത്? അതല്ല. അല്ലാഹു തആല സാമ്പത്തികമായ ശേഷി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ സാമ്പത്തികമായ ശേഷി കൊടുത്തത് കൊണ്ട് അദ്ദേഹം ഹുങ്ക് കാണിക്കുന്നില്ല, കിബിർ കാണിക്കുന്നില്ല. ശരിക്ക് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ധർമ്മം ചെയ്യുന്നുണ്ട്, സാധുക്കളെ സഹായിക്കുന്നുണ്ട്, സാധുക്കളെ സംരക്ഷിക്കുന്നുണ്ട്, എല്ലാ നല്ല കാര്യത്തിനും സഹായിക്കുന്നുണ്ട്. അങ്ങനെ വളരെ നന്ദിപൂർവം ജീവിക്കുന്ന ഐശ്വര്യമുള്ള ആൾക്കാണോ ബഹുമാനം കൂടുതൽ? അല്ലെങ്കിൽ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഫഖീറിനാണോ അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനം കൂടുതൽ? പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാബിറായ ക്ഷമിച്ചു നിൽക്കുന്ന ദരിദ്രനേക്കാൾ ബഹുമാനം അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന പണക്കാരനാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട്. അതിൽപ്പെട്ട ഒരു തെളിവാണ് സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് സാധുക്കൾ വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഞങ്ങളെ കൂട്ടത്തിലുള്ള ഐശ്വര്യമുള്ള സഹാബികൾ
അതാ ഞങ്ങൾ നിസ്കരിക്കും പോലെ അവരും നിസ്കരിക്കുന്നു, നമ്മൾ നോമ്പെടുക്കും പോലെ അവരും നോമ്പെടുക്കുന്നു, നമ്മൾ ഖുർആൻ ഓതും പോലെ അവരും ഖുർആൻ ഓതുന്നു, സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും പോലെ അവരും ചെയ്യുന്നു. അതിന്റെ പുറമേ അവര് നല്ല കാര്യത്തിന് ധാരാളം സംഭാവന കൊടുക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനം സംഭാവനയിലൂടെ കിട്ടുന്നു എന്ന് സഹാബത്ത് പറയുന്നു. നബിയെ, സാമ്പത്തിക ശേഷിയുള്ളവർ അമലുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതിന്റെ പുറമെ സമ്പത്ത് കൊടുത്തിട്ട് പടച്ചവന്റെ അടുക്കൽ ഉന്നതമായ പദവി കരഗതമാക്കുന്നു. ഞങ്ങൾക്കതിന് കഴിവില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, ആ സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ നിങ്ങൾക്ക് മറികടക്കാൻ, അല്ലെങ്കിൽ അവരോട് തത്തുല്യമാകാൻ ഞാൻ നിങ്ങൾക്കൊരു സൽക്കർമ്മം പറഞ്ഞു തരാം. അതെന്താണ്? നിങ്ങൾ ദുബുറസ്കുല്ലി സലാത്തിൻ, ഓരോ നിസ്കാരത്തിന്റെയും ഉടനെ തുസബ്ബിഹൂനല്ലാഹ സലാത്തൻ വസലാതീന, 33 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുക. വതഹ്മദൂനല്ലാഹ സലാത്തൻ വസലാതീന, 33 പ്രാവശ്യം നിങ്ങൾ അൽഹംദുലില്ലാഹ് ചൊല്ലുക. വതുകബ്ബിറൂനല്ലാഹ സലാത്തൻ വസലാതീന, 33 തവണ നിങ്ങൾ അല്ലാഹു അക്ബർ ചൊല്ലുക. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ 100 ദിക്ർ ഓരോ നിസ്കാരത്തിന്റെയും ഉടനെ ചൊല്ലിയാൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ പണം കൊടുത്തു വാങ്ങുന്ന സ്ഥാനം നിങ്ങൾക്ക് ഈ 100 ദിക്റിലൂടെ ലഭിക്കും. സഹാബികളെ, വലിയ മുഹമ്മദ് ഫൈസി വഫാത്തായി പോയി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. പക്ഷെ നമ്മളും മരിക്കൂ എന്നുള്ള ബോധം നമ്മക്കുണ്ടാകണോ? മരിക്കുന്നതിന് മുമ്പ് സമ്പാദിച്ചോളം മരിക്കുന്നതിന്റെ ശേഷമുള്ള ലോകത്തെ ആ സമ്പാദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദിക്റുകളും തസ്ബീഹുകളും വർദ്ധിപ്പിക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ഖുർആനോത്ത് വർദ്ധിപ്പിക്കുക, സഹോദരന്മാരെ സൽക്കർമ്മങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ, ഏത് ശരീരങ്ങളും അവനവൻ ചെയ്ത ഖൈറായ പ്രവർത്തനങ്ങൾ അത് ഹാജരാക്കി അവർക്ക് കാണിക്കപ്പെടുന്ന ദിവസമുണ്ട്. അതേ സമയത്ത് തെറ്റ് ചെയ്തു പോയ ശരീരം, ആ ശരീരം വളരെയേറെ പ്രയാസം അനുഭവപ്പെട്ട് ഏത് തെറ്റുകളും ഞാനുമായി വളരെ അകൽച്ച ഉണ്ടെങ്കിൽ തരക്കേടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ദിവസമുണ്ട്. അല്ലാഹു ആ ദിവസത്തിൽ വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യണം. നിസ്കാരത്തിന് ശേഷം ഈ 100 ദിക്ർ, 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം 100 ദിക്ർ വീതം ചൊല്ലുമ്പോ 500 ദിക്റായി. 500 ദിക്ർ ഒരു ദിവസം ചൊല്ലുമ്പോ 5000 പ്രതിഫലമായി. 1-ന് 10 പ്രതിഫലം ചുരുങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുത്തപ്പോ സന്തോഷത്തോടെ ആ പാവപ്പെട്ട സഹാബികൾ മടങ്ങി. ഞങ്ങൾക്ക് പണക്കാരെ പോലെ തന്നെ അല്ലാഹുവിങ്കിൽ സ്ഥാനം കിട്ടാല് റസൂലുള്ളാഹി ദിക്ർ പറഞ്ഞു തന്നു. സന്തോഷത്തോടെ മടങ്ങി അവര് പോയി ദിക്ർ ചൊല്ലാൻ തുടങ്ങി. പണക്കാരായ സഹാബികള് അവര് പണമുണ്ട് എന്ന് മനസ്സിലാക്കി ഹുങ്കോടെ ഇരിക്കുന്നവരല്ല. അവരും ഏത് സൽക്കർമ്മവും കിട്ടിയാൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ പണക്കാരായ സഹാബികൾ, സാധുക്കളായ സഹാബികൾ ചൊല്ലുന്ന ദിക്റിന്റെ ശബ്ദം കേട്ടു. അങ്ങനെ അവരും അത് കേട്ട് പഠിച്ചു. അവരും ആ ദിക്ർ കേട്ട് പഠിച്ചു. അങ്ങനെ അവരും ആ ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങി. മഹാന്മാരായ ആളുകൾ ഒരു ദിക്ർ ചൊല്ലുന്നത് കേട്ടാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ലെങ്കിലും ചൊല്ലുന്നതിന് വിരോധമില്ലെന്ന് സഹാബികൾക്കറിയാം. ഞാൻ അന്വേഷിച്ച് വെള്ളിൽ എങ്ങനെ ഉണ്ട്. ഇപ്പൊ വെള്ളില തന്നെയാണ്. വെള്ളില തന്നെയാണ് പറഞ്ഞാല് വെള്ളില വെളുത്ത നാടാണ്. ഇവിടെ കർത്ത മുജാഹിദും കർച്ച ജമാഅത്ത് ഇസ്ലാമി ഒന്നുമില്ല, സുന്നികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പറഞ്ഞ അതിന്റെ അപ്പുറത്ത് മങ്കട ഉണ്ട്. അല്ലാഹു തആല അതും അവിടെയും അബദ്ധത്തിൽ ചാടിപ്പോയവരുണ്ടെങ്കിൽ സന്മാർഗത്തിലേക്ക് വരാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ.
ചിലർക്കൊരു ധാരണ ഉണ്ട്, ഒരു ദിക്റ് ചൊല്ലണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ മാത്രമേ ചൊല്ലാൻ പറ്റുള്ളൂ, മഹാന്മാര് ചൊല്ലുന്ന കേട്ടാ ചൊല്ലിക്കൂടാ എന്നൊരു ധാരണ ഉണ്ട് ചിലർക്ക്. ആ ധാരണ തിരുത്തേണ്ടതാണ്. ഈ 33 സുബ്ഹാനല്ലാഹ് എന്ന ദിക്റ് പണക്കാരായ സഹാബികൾക്ക് റസൂലുള്ള പറഞ്ഞു കൊടുത്തിട്ടില്ല, റസൂലുള്ളാഹിയിൽ നിന്ന് അവർ കേട്ടിട്ടില്ല. പക്ഷേ അവരുടെ കൂട്ടുകാരായ ഫുഖറാക്കളായ സഹാബികൾ അത് ചൊല്ലുന്നത് കേട്ടപ്പോ, ഫഖീറന്മാരായ സഹാബികൾ മഹാന്മാരല്ലേ, മഹാന്മാര് ദിക്റ് ചൊല്ലുന്നത് കേട്ടാ നമുക്കും ചൊല്ലിക്കൂടെ? ആ നിലക്ക് അവര് ദിക്റ് ചൊല്ലി, പണക്കാരും ചൊല്ലി. റസൂലുള്ള അവരോട് ചൊല്ലാൻ പറഞ്ഞിട്ടില്ല, റസൂലുള്ള ചൊല്ലുന്നത് കേട്ടിട്ടില്ല. പക്ഷെ മഹാന്മാര് ചൊല്ലുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അവരും ചൊല്ലി. എപ്പം ചൊല്ലി? പ്രത്യേക സമയത്ത് തന്നെ ചൊല്ലി. പ്രത്യേക സമയം നിസ്കാരത്തിന്റെ ഉടനെ, അങ്ങനെ നിസ്കാരത്തിന്റെ ഉടനെ ചൊല്ലി. അങ്ങനെ ചൊല്ലിയപ്പോൾ പാവപ്പെട്ട സമീപത്തേക്ക് വന്നിട്ട് പറയുന്നു, നബിയെ, ഐശ്വര്യമുള്ള പണക്കാരായ സഹാബികൾ നേരത്തെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് പുറമെ അവര് പൈസ ധാരാളം സംഭാവന ചെയ്ത് പണം കൊടുത്തവര് അതാ ആഖിറത്തിൽ വലിയ സ്ഥാനം വാങ്ങുന്നു എന്ന് അങ്ങയോട് വന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അവിടുന്ന് 100 ദിക്റ് പഠിപ്പിച്ചു തന്നില്ലേ? ആ ദിക്റ് ഞങ്ങൾ ചൊല്ലി വരുമ്പോൾ അത് കേട്ടുപിടിച്ചിട്ട് ഇപ്പോൾ പണക്കാരും അത് ചൊല്ലുന്നു. ഇപ്പൊ അവർക്ക് പിന്നെയും സാമ്പത്തികമായി ചെലവഴിച്ച പ്രതിഫലത്തിന്റെ പുറമെ ദിക്റിന്റെ പ്രതിഫലവും കൂടി അവർക്ക് കിട്ടുന്നു. നബിയേ, ഞങ്ങൾ പിന്നെയും പഴയ പോലെ തന്നെയായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ. പണം സംഭാവന ചെയ്യാനുള്ള തൗഫീഖും അതിനുള്ള സാമ്പത്തിക ശേഷിയും അത് കൊടുക്കാനുള്ള ഭാഗ്യവും അതോടുകൂടെ തന്നെ ദിക്റ് ചൊല്ലാനും ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കാനും ദിക്റ് ചൊല്ലുന്ന ആളുകളുടേത് കേട്ടു ചൊല്ലാനും എല്ലാ സൽക്കർമ്മത്തിലും പങ്കുചേരാനും അതോടുകൂടെ പണം കൊടുക്കാനും ഒക്കെ അല്ലാഹു തആല കൊടുക്കുന്ന ആ തൗഫീഖ് അല്ലാഹുവിന്റെ ഔദാര്യമാണ് ജനങ്ങളെ, പടച്ചവന്റെ കൊടുതിയാണ് ജനങ്ങളെ. അതവൻ ഉദ്ദേശിച്ചവൻ അവൻ കൊടുക്കുന്നു. അപ്പൊ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് സൽക്കർമ്മം ചെയ്യുന്ന നിലക്ക് ജീവിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ശാക്കിറായ ഗനിയ് അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹു കൊടുക്കുന്ന ഫളലാണ് എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് തന്നെ സാമ്പത്തിക ശേഷിയുള്ള ആള് നല്ല നന്ദി, അല്ലാഹുവിന് നന്ദിയുന്നവനായാൽ അവന് ബഹുമാനമുണ്ട് എന്നതിന്റെ ഒരു തെളിവ്. മറ്റൊരു തെളിവ് മോനെ അതാ അങ്ങ് ഉറങ്ങുന്ന ആളെ വിളിച്ച അതാ അവിടെ ഒരാൾ ഉറങ്ങുന്നു, വിളി. സുബ്ഹാനല്ലാഹ്, ഒരാൾ ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് സാഹസിൽ വരൂല, പ്രസംഗം കേൾക്കണമെന്ന് വിചാരിച്ചിട്ടാ വരിക, പിന്നെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും. അപ്പൊ നമ്മൾ അവരെ ചീത്ത പറയുകയൊന്നും ചെയ്യരുത്, അവരെ മെല്ലെ വിളിക്കുക. വിളിച്ചാൽ അതൊരു സഹായമാണ്, അവർ വന്ന കാര്യത്തിന് സഹായിക്കല. അപ്പൊ അള്ളാഹിന്റെ കൂലിട്ടു വിളിച്ചാൽ. സഹോദരന്മാരെ, ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടാമത്തെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓരോ ദിവസവും ദറജ വർദ്ധിച്ച് വരലാണ്. ഓരോ സെക്കൻഡിലും റസൂലുള്ളാഹിന്റെ പദവി കൂടി വരലാണ്. അല്ലാഹുവിന്റെ റസൂൽ ആദ്യത്തിൽ വളരെ സാമ്പത്തിക പ്രയാസമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളിൽ നിന്നൊരാള് കടമുള്ള നിലക്ക് മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിക്കും, മരിച്ച മയ്യിത്തിനെ സംബന്ധിച്ച് ഇയാൾക്ക് കടമുണ്ടോ? കടമുണ്ട് എന്ന് കേട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ഈ മയ്യിത്തിന് നിസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. കടത്തോടുകൂടെ മരിച്ചുപോയവന്റെ മയ്യിത്ത് ഞാൻ നിസ്കരിക്കുകയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കും. എന്നിട്ട് വേറെ ആരെക്കളെ കൊണ്ടെങ്കിലും നിസ്കാരം നിർവഹിപ്പിക്കും. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ ആരെങ്കിലും ഏറ്റെടുക്കണം. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്തുള്ള പതിവ്. എന്നാൽ അവസാന കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന് സാമ്പത്തികമായി അല്ലാഹു തആല കഴിവ് കൊടുത്തപ്പോൾ അവിടുത്തെ ഉമ്മത്തുകളിൽ നിന്ന് സഹാബികളിൽ നിന്ന് വല്ല ആളും മരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കടമുണ്ടോ എന്ന് അന്വേഷിക്കും. ബുഖാരിയിൽ കാണാം,
കടമുണ്ടെന്ന് കേട്ടാ റസൂലുള്ള പറയും, ആ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളുടെ കടം ഏറ്റെടുത്ത് വീട്ടാൻ വേണ്ടി തയ്യാറാകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മയ്യിത്ത് നിസ്കരിക്കും. ഇത് പറയുമ്പോൾ എന്റെ സഹോദരീ സഹോദരന്മാരെ ശ്രദ്ധിച്ചോളണം. കടത്തോടുകൂടെ മരിച്ചു പോകുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് കടങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലത്ത് അല്ലാഹു തആല ഐശ്വര്യം കൊടുത്തിരുന്നു. ആ ഐശ്വര്യമുള്ള സന്ദർഭമാണ് അവിടുത്തെ അവസാനത്തെ കാലമാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും കൂടുതൽ ദറജയുള്ള കാലം. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ ദറജയുള്ള സമയത്ത് അവിടുന്ന് ഗനിയാണ് എന്നത് തന്നെ, ശാക്കിറായ നന്ദിയുള്ള ഐശ്വര്യക്കാരനാണ്, ക്ഷമിച്ചു നിൽക്കുന്ന ഫഖീറിനേക്കാൾ ബഹുമാനമുള്ളതെന്ന് തെളിയിക്കുന്നുണ്ടെന്ന് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയുന്നു. ഫതാവൽ ഹദീസിൽ ഇബ്നു ഹജർ തങ്ങളത് വിശദമായി എടുത്തുദ്ധരിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയുള്ള കാലമാണ്. അവിടുത്തെ ആദ്യകാലം അന്ന് സാമ്പത്തികമായി വലിയ സഹായം നൽകി ദീനീ പ്രവർത്തന രംഗത്ത് എല്ലാ നിലക്കും സഹകരിച്ച ഒരു സ്ത്രീയാണ് ബിബി ഖദീജത്തുൽ കുബ്ര. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ പെൺകുട്ടിയാണ്, യുവതിയായ പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂല് അതാ 25-ാമത്തെ വയസ്സിൽ 40ഓളം വയസ്സുള്ള പെണ്ണിനെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതായിരുന്നു. ആ ഖദീജ വഫാത്തായതിനു ശേഷം വളരെ ചെറുപ്പക്കാരികളായ യുവതികളായ ആയിഷ ബീവിയെ പോലെയുള്ള നല്ല ഭംഗിയുള്ള സ്ത്രീകൾ അല്ലാഹുവിന്റെ റസൂലിന് ഭാര്യമാരായി ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവി മരണപ്പെട്ടു പോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ദീനീ പ്രവർത്തന രംഗത്ത് വലിയ സഹായം ചെയ്ത, വലിയ താങ്ങും തണലുമായി നീങ്ങിയ ആളായത് കൊണ്ട് തന്നെ ഖദീജ ബീവിയുടെ ബഹുമാനം ധാരാളമായി പറയുന്നു. അതാണ് വലാകിൻ കാന യുക്സിറു ദിക്റഹാ. ഖദീജ ബീവിയുടെ ബഹുമാനം ധാരാളം റസൂലുള്ളാഹി പറയാറുണ്ട്. وربما ذبح الساعة فيقطعها أعضاء ثم يبعث إلى صدائق خديجة. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്മരണക്കായി ആട്ടിനെ അറുത്തിട്ട് അവിടുത്തെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യാറുണ്ട്. മരണപ്പെട്ടു പോയ ദീനീ പ്രവർത്തനത്തിന് സഹകരിച്ച, ദീനീ പ്രവർത്തനത്തിന് വേണ്ടി അധ്വാനിച്ച മഹാന്മാരും മഹദികളും മരിച്ചാൽ അവരുടെ ബഹുമാനം പറയണം, അവരെ അനുസ്മരിക്കണം, അവരുടെ സ്മരണക്കായി ഭക്ഷണം വിതരണം ചെയ്യണം. അതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ചര്യയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾക്ക് കാണാം, സുന്നികൾക്കാർക്കും തർക്കമില്ലാത്തൊരു മസയിലാണിത്. സുന്നികളല്ലാത്തവർക്കോ അവരതിന് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ബദരീങ്ങളെ ബഹുമാനം പറയാ, ബദരീങ്ങൾ ഇസ്ലാമിന് വേണ്ടി വല്ലാതെ അധ്വാനിച്ചവരാ എന്ന് പറയുമ്പേ അങ്ങനെ ബദരീങ്ങളെ ബദർമാലിയൊന്നും വേണ്ട എന്നാണ് അവരെ തീരുമാനം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്വന്തം തീരുമാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തീരുമാനത്തിനപ്പുറം വേറെ തീരുമാനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇല്ല. റസൂൽ പഠിപ്പിച്ച എന്താണ്? എപ്പോഴും ബദരീങ്ങളെ ചാൻസ് കിട്ടുമ്പൊക്കെ ബദർമാല പാട്ട് പാടണമെന്ന, ചാൻസ് കിട്ടുമ്പൊക്കെ ബദരീങ്ങളെ ബഹുമാനം പറയണമെന്ന, ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചവരുടെ മഹത്വം പറയണം. അതുകൊണ്ടാ സഹീഹുൽ ബുഖാരിയിൽ കാണാം, റുബയ്യ ബിൻത് അഫ്രാഇന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ സദ്യക്ക് വേണ്ടി, കല്യാണത്തിന് വേണ്ടി പോകുന്നു. അവിടെ കയറി ചെല്ലുമ്പോ ബുഖാരിയിൽ കാണാൻ ചെറിയ കുട്ടികള് ബദർ മൗലിദ് ഓതുന്നു. ബദർ മൗലിദ് ഓതുക എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ ബഹുമാനം, ബദരീങ്ങളെ പേര് വിളിച്ചുകൊണ്ട് പാടിപ്പുകഴ്ത്തുന്നു. എന്താ ബുഖാരിയിലെ ഹദീസിലുള്ള വാചകം? ബദർ ദിവസത്തിൽ ശുഹദാക്കളായി മരിച്ചുപോയ ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട്
കുട്ടികൾ പാട്ടുപാടുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരും. റസൂലുള്ളാഹി വരുന്നത് കണ്ടപ്പോ കുട്ടികൾ എന്ത് ചെയ്തു? ആ പാട്ട് നിർത്തിയിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, ഞങ്ങളിൽ ഒരു മഹാനായ നബിയുണ്ട്. യഅലമു മാ ഫീ ഗദീ, നാളെ വരുന്ന കാര്യം ഇപ്പോൾ തന്നെ അറിയുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ബദരീങ്ങളെ മക്കള് അങ്ങനെ പാടാൻ എന്താ കാരണോ? അതവർക്ക് നന്നായിട്ട് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ നേരിൽ കണ്ട മക്കളല്ലേ. അവർക്കറിയാം ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം അല്ലാഹുവിന്റെ റസൂൽ ബദറിൽ വന്നു. എന്നിട്ട് ഓരോ സ്ഥലവും ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് എഞ്ചിനീയർ വന്ന് പില്ലറിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ. നാളെ യുദ്ധം നടന്നാൽ അബൂജഹൽ ഇവിടെ വീണിട്ടാ മരിക്കുക, നാളെ യുദ്ധം നടന്നാൽ ഉത്ബത്ത് ഇവിടെ വീണിട്ടാ ചാകുക. അങ്ങനെ ഓരോ ആളുകളും എവിടെ വീണിട്ടാണ് മരിക്കുക എന്ന വിവരം തലേ ദിവസം അല്ലാഹുവിന്റെ റസൂല് ബദറിൽ വന്നിട്ട് സ്ഥലം നിർണയിച്ച് കാണിച്ചു കൊടുത്തു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. അങ്ങനെ എത്രയോ 1ഉം 2ഉം 10ഉം 100ഉം സംഭവങ്ങളല്ല സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിന്നെ വരുന്ന കാര്യം മുൻകൂട്ടി പറയുന്ന ആളാണ്, അറിയുന്ന ആളാണ്. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത് ഇറാനിൽ ഭൂകമ്പമുണ്ടായി. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തിന്റെ മേലെ നിൽക്കുന്ന സമയത്ത് അതാ പർവ്വതത്തിന്റെ മേലെ റസൂലുള്ളാഹിന്റെ കൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോൾ ഉഹദ് പർവ്വതം ഒന്ന് കുലുങ്ങി. ഉഹദ് പർവ്വതം കുലുങ്ങിയപ്പോ സഹീഹുൽ ബുഖാരിയിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ഉഹദ് പർവ്വതത്തിന് ഒരു ഓർഡർ നൽകുകയാണ്. ഉസ്കുൻ യാ ഉഹദ്, ഉഹദേ അടങ്ങിക്കോ, ഉഹദേ അടങ്ങൂ, ഉഹദേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഉടനെ അവിടുന്ന് പറയുന്നു, ഏത് മുസീബത്തുണ്ടാകുന്ന സമയത്തും ഭൂമി കുലുക്കമടക്കം എന്ത് മുസീബത്തുണ്ടാകുമ്പോഴും മഹാന്മാരുടെ മഹത്വം പറഞ്ഞാൽ മുസീബത്തിൽ നിന്ന് കാവൽ കിട്ടും. അത് പഠിപ്പിക്കുന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹുദേ അടങ്ങൂ, ഉഹുദേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഉഹദ് പർവ്വതം അടങ്ങാൻ വേണ്ടി പറയുന്നത് 4 മഹാന്മാരെ ബഹുമാനമാണ്. അതാ ഇന്നമാ അലൈക നബിയ്യുൻ, നിന്റെ മേലെ ഉള്ളതൊന്ന് നബിയാണ് ഉഹുദേ, മറ്റൊന്ന് സിദ്ദീഖാണ് ഉഹുദേ, മറ്റ് 2 ആളും ശുഹദാക്കളാണ് ഉഹുദേ. അടങ്ങൂ ഉഹുദേ. പർവ്വതത്തോട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അടങ്ങിക്കൊള്ളണം. അടങ്ങാൻ വേണ്ടി പറഞ്ഞത് 4 മഹാന്മാരെ ബഹുമാനമാണ്. ഒന്ന് നബിയാണ്, ഒന്ന് സിദ്ദീഖാണ്, 2 ശുഹദാക്കളാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നബിയാണെന്നത് വഹി കിട്ടിയിട്ടറിഞ്ഞു, സിദ്ദീഖാണെന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനെ കണ്ടിട്ടറിഞ്ഞു, മനസ്സിലാക്കിയിട്ടറിഞ്ഞു. എന്നാൽ ഷഹീദായി മരിക്കുക എന്നത് അത് അവസാനം മരിക്കുന്ന സമയത്ത് കിട്ടുന്ന പവറല്ലയോ? ആ പവർ പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബിന് അതാ ശത്രുക്കളുടെ കടാരി കൊണ്ട് കുത്തുകിട്ടിയിട്ടാണ് മരണപ്പെടുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ വാള് കൊണ്ട് വെട്ടേറ്റിട്ടാണ് മരിക്കുക എന്നത് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് ദശക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അതാ ഷഹീദായി മരിക്കുന്ന 2 മഹാന്മാരുടെ പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷം മരിക്കുന്ന മരണം ഷഹീദിന്റെ മരണമാണെന്ന് മുൻകൂട്ടി റസൂലുള്ള അറിഞ്ഞുപോയി. അതനുസരിച്ച് റസൂലുള്ള ഉഹദ് പർവ്വതത്തോട് തന്നെ പ്രഖ്യാപിച്ചുപോയി. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നിങ്ങൾ ചിന്തിക്കണം. പിന്നീട് ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണെന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കുക. മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ പിന്നീട് വരുന്ന കാര്യം മുൻകൂട്ടി പറയുക, അതൊരു വലിയ പവറാണ്.
ആ പവറ് അല്ലാഹു അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് മുഅ്ജിസത്ത് കറാമത്ത് എന്ന നിലക്ക് കൊടുക്കുന്നു. അത് കൊടുത്തു കിട്ടിയിട്ടുള്ള ആളാണ്, അതിലേറ്റവും വലിയ ആളാണ്, ഏറ്റവും ഉന്നത പദവിയിലുള്ള ആളാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ബദരീങ്ങളുടെ ചെറിയ മക്കള് അവരെ ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് അതാ കല്യാണ വീട്ടിൽ വെച്ച് പാട്ട് പാടുന്നതിനിടയിൽ റസൂലുള്ള കയറി വന്നപ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് അങ്ങ് പാടി, ഓ ഫീനാ നബിയുൽ യഅലമു മാ ഫീ ഗദീ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടികളോട് പറഞ്ഞു, കുട്ടി, എന്റെ ബഹുമാനം പാടിപ്പുകയത്തുന്നത് അവിടെ നിർത്തിയിട്ട് നിങ്ങളെ ബദരീങ്ങളെ തന്നെ വിളിച്ച് പാടൂ, ബദരീങ്ങളെ തന്നെ വിളിച്ച് നിങ്ങൾ പാടിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താണിത്? ബദരീങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാന്മാരാണ്. അവരെ ബഹുമാനം കല്യാണ വീട്ടിലടക്കം പാടണം, എവിടെയും അവരുടെ ബഹുമാനം പറയണം, അവരുടെ പേരുച്ചരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമാണ്, ഇസ്ലാമിന്റെ ആചാരമാണ്. സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ചില ആളുകൾ ഖുർആനും സുന്നത്തും മുറുക്കി പിടിക്കണമെന്ന് പറയുന്ന കുറെ ആൾക്കാർ, അത് പറ്റൂല, അത് തുറന്നു നോക്കണം. അങ്ങനെ മുറുക്കി പിടിച്ചാൽ ഇതൊന്നും കാണൂല. സഹീഹുൽ ബുഖാരി തുറന്നു നോക്കിയാൽ ഇതൊക്കെ കാണും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി വിവരം കിട്ടുന്നത് കാണും, ബദരീങ്ങളെ വിളിച്ച് പാടാൻ വേണ്ടി പറഞ്ഞത് കാണും, അങ്ങനെ എല്ലാം കാണും. അതിന് തുറന്നു നോക്കണം. തുറന്നു നോക്കാൻ ബാക്കിയില്ല, ചിലർക്ക് മുറുക്കി പിടിക്കാൻ മാത്രമേ ബാക്കി. അതുപോരാ. അതുകൊണ്ട് മഹാന്മാരുടെ ബഹുമാനം, മരിച്ചുപോയവരുടെ ബഹുമാനം പറയണം, അവരുടെ പേരിൽ ദാനം ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ദുൽഹജ്ജ് മാസം വരികയാണ്. എല്ലാ മുജാഹിദിന്റെ പള്ളിയിലും ആണ്ട് അനുസ്മരണം. മുജാഹിദിന്റെ പള്ളിയിൽ ആണ്ടേക്ക് അതെങ്ങനെ ആണ്ടേക്കാതിനെ? എന്താ ആണ്ട് കഴിക്കാതിനെ? ആണ്ട് കഴിക്കേണ്ടിയുണ്ടോ? ആണ്ടങ്ങ് കഴിഞ്ഞൂലേ? ആണ്ട് തന്നെ കൊല്ലല്ലേ, കൊല്ലം കഴിഞ്ഞ പോകൂലേ? നമ്മൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അത് അനെ കഴിഞ്ഞൂലേ? ആണ്ടേക്കാന്ന് പറഞ്ഞാൽ എന്താ? ആണ്ട് കഴിക്കാന്ന് പറഞ്ഞാല് ആണ്ടിലൊരിക്കൽ കഴിക്കാന്നാ. ആണ്ട് കഴിക്കാൻ തന്നെ ആണ്ടിലൊരിക്കൽ കഴിക്കാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സുന്നത്തായ ഒരു കാര്യം എപ്പോഴും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് കൊല്ലത്തിലൊരിക്കലെങ്കിലും ചെയ്യാൻ, അത് ആണ്ട് കഴിക്കാന്ന് പറഞ്ഞു. ആണ്ടിലൊരിക്കലെങ്കിലും കഴിക്കുക എപ്പോഴും ചെയ്യേണ്ട സംഗതിയാണ്. അതെന്താണ് എപ്പോഴും ചെയ്യേണ്ട സംഗതി? മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക, മരിച്ചവരുടെ ബഹുമാനം പറയും, എപ്പോഴും ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന്റെ ദീനിന് ത്യാഗം സഹിച്ച മഹാന്മാരുടെയും നമുക്ക് ഉപകാരം ചെയ്ത മഹാന്മാരുടെയും സ്മരണ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്നത് സുന്നത്താണ്. അതൊരു ആണ്ടിലൊരിക്കലെങ്കിലും ചെയ്യാം, അത് വളരെ പ്രധാനപ്പെട്ടതാ. അത് മുജാഹിദീങ്ങളും ചെയ്യുന്നു. എല്ലാ പള്ളിന്റെ മുറ്റത്തും നിങ്ങൾക്ക് കാണാം, മുജാഹിദിന്റെ പള്ളിന്റെ മുറ്റത്തും ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിന്റെ മുറ്റത്തൊക്കെ ദുൽഹജ്ജ് മാസം ആയാലും നല്ല മൂരിക്കുട്ടനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടാവും. ചില സ്ഥലത്ത് പോത്തിനെയും കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടാവും. അതെന്തിനാ? ഈ ദുൽഹജ്ജ് മാസത്തിൽ മൂരിക്കുട്ടനെ കൊണ്ടുവന്ന് കെട്ടിയത് ആണ്ടേക്കാനാ. ആരാ ആണ്ട്? അതൊരു 4000 കൊല്ലം മുമ്പ് വഫാത്ത് ഇവിടെ ജീവിച്ച് വളരെ ത്യാഗം സഹിച്ച മഹാന്മാരെ ആണ്ട്. അതാരാ? അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി ഇസ്മാഈൽ. ആ 2 നബിമാര് ഇവിടെ ത്യാഗപൂർണമായ സംഭവത്തിന് സാക്ഷികളായി. അവര് ത്യാഗത്തിന് സന്നദ്ധരായി. ത്യാഗത്തിന് സന്നദ്ധരായ ആളുകളുടെ ത്യാഗസമ്പൂർണമായ പ്രവർത്തനങ്ങൾ നടന്ന സന്ദർഭം അവരെ അനുസ്മരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ആണ്ടാണ്. അതുകൊണ്ടല്ലേ ബദരീങ്ങൾ ആണ്ടപ്പ അയക്കല് മോനെ ഉറങ്ങിയോ? ബദരീങ്ങൾ ആണ്ടപ്പ ആ കുട്ടീനെ വിളിച്ച അതാ ഞാൻ ബദരീങ്ങൾ ആണ്ടിക്കലപ്പോഴാ റമദാൻ 17. റമദാൻ 17 ബദരീങ്ങളൊക്കെ മരിച്ച്? അല്ല. ബദരീങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ മെമ്പർ ആരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി വഫാത്തായത് റമദാൻ 17 അല്ല. സിദ്ദീഖുൽ അക്ബർ വഫാത്തായത് റമദാൻ 17 അല്ല. ബദരീങ്ങൾ ആണ്ടപ്പ റമദാൻ 17.
എന്താ കാരണോ? മഹാന്മാരെ സ്മരിക്കുമ്പോൾ അതിന് ഒന്നുകിൽ അവർ മരിച്ച ദിവസോ, അല്ലേ ജനിച്ച ദിവസോ, അല്ലെ അവരുടെ ജീവിതത്തിൽ വലിയ ത്യാഗം നടന്ന ദിവസം, അതാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കാറുള്ളത്. ആ നിലക്ക് ബദരീങ്ങളെ സ്മരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ബദരീങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ത്യാഗം നടന്ന സന്ദർഭം, അത് ബദർ യുദ്ധം നടന്ന ദിവസ, അന്ന് അവർ വഫാത്തായ ദിവസമല്ല. അപ്പൊ ബദരീങ്ങളാണ്ട് റമദാൻ 17. ഇതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ജീവിതത്തിൽ വലിയ ത്യാഗത്തിന് സന്നദ്ധമായ ദിവസവും മാസവും കിടക്കുന്നത് ദുൽഹജ്ജിലാണ്. ആ ഇസ്മായിൽ നബിയെ അറുക്കാൻ പോലും അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടായിട്ട് തയ്യാറായ, ഈമാൻ പ്രകടിപ്പിച്ച, തൗഹീദ് പ്രകടിപ്പിച്ച, അള്ളാഹുവിനുള്ള അനുസരണം പ്രകടിപ്പിച്ച, വലിയ ത്യാഗത്തിന് സന്നദ്ധമായ ദിവസവും മാസവും ദുൽഹജ്ജാണ്. ദുൽഹജ്ജ് 9, 10, 11, 12 തീയതികൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 10, 11, 12, 13 തീയതികൾ അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ ത്യാഗത്തിന് സന്നദ്ധമായ സന്ദർഭമായത് കൊണ്ട് അത് ഇബ്രാഹിം നബിയുടെ ആണ്ട് കഴിക്കാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് തെരഞ്ഞെടുത്തു തന്നു. ആ ആണ്ടിൽ കാര്യമായിട്ട് എന്താ വേണ്ടത്? ഇബ്രാഹിം നബിയുടെ അനുസ്മരണമായി, ഇബ്രാഹിം നബിയുടെ സ്മരണക്കായി കുറെ ആട്ടിനെയും കൂട്ടനെയും പോത്തിനെയും അതുപോലെ തന്നെ ഒട്ടകത്തെ ഒക്കെ അറുത്തിട്ട് മാംസം വിതരണം ചെയ്യണമെന്നാ കൽപ്പന. അതിനുവേണ്ടി ഇബ്രാഹിം നബിയുടെ സ്മരണ കൊല്ലത്തിലൊരു പ്രാവശ്യം പുതുക്കാൻ വേണ്ടി നീണ്ട 4 ദിവസം ആണ്ട് പരിപാടിയാണ്. ദുൽഹജ്ജ് 10, 11, 12, 13, 10, 11, 12, 13 4 ദിവസം തുടർച്ചയായിട്ട് ഇബ്രാഹിം നബിന്റെ ആണ്ടാ. ആ ആണ്ടിന് മുജാഹിദീങ്ങളും കുട്ടനെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു. പക്ഷെ ഈ സാധുക്കൊക്കെ അറിയില്ല ഇത് ആണ്ടാണ്. അവരും കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് ഇത് കുട്ടനെ. പക്ഷെ ഇത് ഇബ്രാഹിം നബിന്റെ സ്മരണ പുതുക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്. ഇത് കൊല്ലത്തിലൊരു പ്രാവശ്യം ഇബ്രാഹിം നബിയെ സ്മരിക്കാനുള്ളതാണ് എന്ന് കുട്ടന് വയസ്സ് കൊടുത്ത സാധുവിന് അറിയില്ല. സഹോദരന്മാരെ, ഖദീജ റളിയല്ലാഹു തആല അൻഹാ, ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്മരണ പുതുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് ആട്ടിനെറുത്ത് മാംസം വിതരണം ചെയ്തത് ബുഖാരിയിലില്ലേ? ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്മരണ പുതുക്കാൻ വേണ്ടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ വലിയ ത്യാഗം നടന്ന സന്ദർഭം തെരഞ്ഞെടുത്തുകൊണ്ട് അവിടുത്തെ അനുസ്മരണമായി, അവിടുത്തെ സ്മരണ പുതുക്കാൻ വേണ്ടി അതാ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇസ്ലാമിന്റെ താല്പര്യമാണത്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയവരുടെ ബഹുമാനം പറയലും അവരുടെ സ്മരണക്കായി ഭക്ഷണവും ദാനവും ചെയ്യലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഒരു ഭാഗമായി നമ്മുടെ നാട്ടിൽ ദീനീ പ്രവർത്തനം നടത്തിയ, നമ്മുടെ കൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് കേരളവും കേരളത്തിന് പുറത്തും ഓടി നടന്ന് പ്രവർത്തിച്ച ചെറുപ്പക്കാരനായ പണ്ഡിതൻ വെള്ളില മുഹമ്മദ് ഫൈസി നവ്വറല്ലാഹു മർഖദ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഞാൻ പുല്ലൂക്കര ജമാഅത്തുൽ പഠിക്കുന്ന കാലമാണത്. അതിന്റെ അടുത്ത് പാനൂരിന്റെ അടുത്ത് കൈവേലിക്കൽ എന്ന സ്ഥലത്ത്, മലപ്പുറം ജില്ലയിൽ നിന്നാണെന്ന് തോന്നുന്നു, ഒരു മൗലവി വന്നിരിക്കുന്നു. അയാൾ പ്രസംഗിക്കുന്നു, മുഹമ്മദ് നബി ജനിച്ചതിൽ ഒരു സന്തോഷവും പ്രകടിപ്പിക്കാൻ പാടില്ല. പിന്നെ എന്തിനാ സന്തോഷിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ചു. അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്ന് അല്ലാഹ് പറയാ. അള്ളാഹുന്റെ റഹ്മത്താണ് മുഹമ്മദ് നബി എന്ന് അല്ലാഹ് പറയാ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എന്ന് അല്ലാഹ് പറയാ. ഇപ്പറഞ്ഞ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം മുഹമ്മദ് നബിയാണ്. ഇത് ഖുർആന്റെ തഫ്സീർ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ആ സന്തോഷം പാടില്ല എന്ന് മുജാഹിദിന്റെ മൗലവി. മുഹമ്മദ് നബിയെ കാരണമായി സന്തോഷിക്കാൻ പാടില്ല. പിന്നെയോ അത് പറഞ്ഞിട്ട് നിർത്തിയോ? ഇയാള് പറയാണ്, പല സുന്നത്തുണ്ട് ഇസ്ലാമിൽ. അതിൽപ്പെട്ട ഒരു സുന്നത്താ മീശ വെട്ടല്, അതിൽപ്പെട്ട ഒരു സുന്നത്താ ഗുഹ്യരോമം പഠിക്കല്. അതൊക്കെ ചെയ്താ പഠിച്ചോണ്ടിരുന്ന് കൂലിട്ടു. നേരെ മറിച്ച് നിങ്ങൾ മൗലിദ് ഓതിയാൽ, നബിദിനം കൊണ്ടാടിയാൽ ഒരു പ്രതിഫലവും കിട്ടൂല. പ്രതിഫലം ധാരാളം കിട്ടുന്ന അമലാണ് ഗുഹ്യരോമം പഠിക്കല്, കക്ഷം പഠിക്കല്. അതേ സമയത്ത് മുഹമ്മദ് നബി ജനിച്ചതിന് സന്തോഷിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ ഒരു പ്രതിഫലവും കിട്ടൂല. മുഹമ്മദ് നബിന്റെ ബഹുമാനം പറഞ്ഞാൽ ഒരു കൂലിയും കിട്ടൂല, ഒരു പ്രതിഫലവും കിട്ടൂല. ഒരു മൗലവി പ്രസംഗിച്ചാ, ഞാൻ ഉള്ളത് പറയാ, ഇല്ലാത്തല്ല, ഉള്ളത് പറയാ.
ഇത് കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമായി പോയി. കാരണം ഇയാൾ ഇങ്ങനെ പറയണ്ടില്ലല്ലോ, വേറെ എന്തെല്ലാം പറയാണ്ട്. ഇയാൾക്ക് വേണമെങ്കിൽ എതിന് കഴിച്ചിട്ടൊരു കാര്യമില്ല എന്നാണ് നമുക്ക് വിഷമമില്ലായിരുന്നു, അത് അയാളെ വിവരക്കെടാൻ വെക്ക. പക്ഷേ അത് ഇങ്ങനെ പറയണോ, ഗുഹ്യരോഗം പഠിക്കുന്നതിനേക്കാളും വലിയ അമലാണ്, അത് വളരെ നല്ലതാണ്, ഇത് പറ്റൂല അത് പറ്റൂ എന്ന് പറയണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ മറുപടി പറയാൻ പോയപ്പോ ഞാൻ പറഞ്ഞു, മുജാഹിദ് മൗലവിമാർക്ക് നമ്മളോട് കംപ്ലൈന്റ് ഒന്നും വേണ്ട. നിങ്ങളെ പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സുന്നത്താണ് എന്നുള്ളതിന് വലിയ തെളിവ് കിട്ടിയൊരു സംഗതിയാണ്. എന്ത് കച്ചം പഠിക്കല്, ഗുഹ്യരോഗം പഠിക്കല്, അത് വലിയ കൂലി കിട്ടുന്ന സംഗതിയാണ് നിങ്ങൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും നോക്കിയപ്പോ ഞങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന സംഗതിയായിട്ട് ബോധ്യപ്പെട്ട സംഗതിയാ അള്ളാന്റെ റസൂലിന്റെ പേരിൽ റസൂലുള്ള ജനിച്ചതിൽ സന്തോഷിക്കുന്ന സമയത്ത് സദഖ ചെയ്യുക, ധർമ്മം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ഓടി വരണം. ആ മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങൾ ആരാ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണ്. ഞങ്ങൾക്ക് മുഹമ്മദ് നബി ജനിച്ച ദിവസം വരുമ്പോ സന്തോഷ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബിരിയാണി വെച്ച് കൊടുക്കുക. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ കടത്തും, അവർ മുത്തഖീകളാണെന്ന് അല്ലാഹ് പറഞ്ഞതാ. അവിടെ ഞങ്ങൾക്ക് തെളിവ് കിട്ടി, ഖുർആനിൽ തെളിവ് കിട്ടി. മുഹമ്മദ് നബിയെ കൊണ്ട് സന്തോഷിക്കണം എന്നതും ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ കൊണ്ട് തെളിവ് കിട്ടിയ സംഗതിയാണ് റസൂൽ ജനിച്ച സമയത്ത് ഭക്ഷണം കൊടുക്കുന്നത്, ബിരിയാണി കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യും. നിങ്ങൾക്ക് തെളിവ് കിട്ടിയത് എന്തിനാ? നിങ്ങൾക്ക് തെളിവ് കിട്ടിയ കാര്യമായിട്ട് കച്ചം പഠിക്കല് വളരെ ബഹുമാനപ്പെട്ട സാലിഹായ അമലാണ്, ഗുഹ്യരോപം പഠിക്കുന്നത് വളരെ സാലിഹായ അമലാണ്. അതിന് അങ്ങക്ക് തെളിവ് കിട്ടിയോണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ ദിവസേന അപ്പണി എന്നെ എടുത്തോ. ഞങ്ങൾ റബീഉൽ അവ്വലായ റസൂലുള്ളാഹിന്റെ മദ് പറയും, റസൂലുള്ളാഹിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കും, നിങ്ങൾ അത് എന്നെ എടുത്തോ. ഞാൻ മറുപടി പറയേണ്ടി വന്നു. പറഞ്ഞ ഞാൻ ആ കുറ്റക്കാരെ, അയാളല്ലേ എന്റെ ഉത്തരവാദി. അന്ന് അങ്ങനെ ഒരു ചൂടുള്ള കാലാണ് ഞാൻ പറഞ്ഞത്. ഈ നിലക്ക് തോന്നിവാസം പറഞ്ഞാൽ പിന്നെ അതേ നിലക്ക് തന്നെ തോന്നിവാസം ഇല്ലാതെ അപ്പറഞ്ഞ പോലെ തന്നെ മറുപടിയും പറയണ്ടേ. ആ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കലുണ്ടായി. SSFന്റെ തലശ്ശേരി താലൂക്കിലെ പ്രവർത്തകനാണ്. അപ്പൊ എന്റെ ഒരു ലഘുലേഖ വള്ളില മുഹമ്മദ് ഫൈസിക്ക് കിട്ടി. അയാൾ ഈ ലഘുലേഖ കൈ പിടിച്ച് വായിച്ചെല്ലാം നോക്കി. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അത്ര ചൂട് വേണ്ട എന്നുള്ള അഭിപ്രായം അയാൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാൻ കാരണോ, നല്ല പക്വതയും പാകതയുമുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിനപ്പുറം ഒരാളും ജീവിക്കുകയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുന്നത് തന്നെ. പക്ഷേ ആ മരിക്കുന്നതിന് മുമ്പ് ആർക്ക് സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചുവോ, ആർക്ക് നല്ലത് ചെയ്യാൻ സാധിച്ചുവോ, അവര് വിജയം കൈവരിച്ചവര് തന്നെ, ഭാഗ്യമുള്ളവര് തന്നെ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആര് ഖൈറായ പ്രവർത്തനം ഒരണുമണി തൂക്കം ചെയ്തോ അതിന്റെ പ്രതിഫലം എത്തിക്കുക തന്നെ ചെയ്യും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വള്ളില മുഹമ്മദ് ഫൈസിക്ക് മാത്രമുള്ളതല്ല മരണം. മരിക്കുന്ന മരണം പല മരണങ്ങളുമുണ്ട്. ഓ ഉമ്മമാരെ, പ്രസവ വേദന കിട്ടിയിട്ട് മരിച്ച സ്ത്രീകളുണ്ടെങ്കിൽ അവര് ഷഹീദിന്റെ കൂലി കിട്ടി മരിച്ചവരാണ്. തീയിൽ പെട്ടുപോയി മരിച്ചവരുണ്ടെങ്കിൽ, തീ കത്തിയിട്ട് തീ പൊള്ളിയിട്ട് മരിച്ചവരുണ്ടെങ്കിൽ ഷഹീദിന്റെ മരണമാണ്. വെള്ളത്തിൽ അബദ്ധത്തിൽ ഒലിച്ചുപോയി മരിച്ചുപോയവരുണ്ടെങ്കിൽ ഷഹീദിന്റെ മരണമാണ്. താഴൂന് കൊണ്ട്, പ്ലേഗ് രോഗം കൊണ്ട് മരിച്ചാൽ ഷഹീദിന്റെ മരണമാണ്. ഇതുപോലെ ഒട്ടകപ്പുറത്ത് നിന്നോ കുതിരപ്പുറത്ത് നിന്നോ, അത് ഈ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലുള്ള വാഹനങ്ങളാണത്. ആ വാഹനത്തിന്റെ അപകടത്തിൽ മരിച്ചാൽ ഷഹീദിന്റെ പ്രതിഫലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
ഇന്നത്തെ കാലത്തുള്ള വാഹനങ്ങളാണ് കാറും ജീപ്പും ബസ്സും ട്രെയിനും പ്ലെയിനും ഒക്കെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു, വാഹനാപകടത്തിൽ മരിച്ചു പോകുന്നവർക്കും അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കാൻ കാരണമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു ബഹുമാനപ്പെട്ട വള്ളില മുഹമ്മദ് ഫൈസിക്ക് ഷഹീദിന്റെ സ്ഥാനം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവി ലഭിച്ചുകൊണ്ട് മരിക്കുക എന്നത് സ്ഥാനമാണ്. സുബ്ഹാനല്ലാഹ്. നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരാൾ പോകുമ്പോ സ്വാഭാവികമായി കണക്കുകളൊക്കെ റെഡിയാക്കി പൊരുത്തപ്പെടിക്കാനുള്ളതൊക്കെ പൊരുത്തപ്പെടിച്ചുകൊണ്ടല്ലേ ഒരാൾ ഹജ്ജിന് പുറപ്പെടുക. ഹജ്ജിന് പോയ സ്ഥലത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി ഉംറയും കഴിഞ്ഞു പോകുന്ന ഒരാളെ മനസ്സ് ഉംറ കഴിയുന്നതോടുകൂടി തന്നെ ദോഷങ്ങളൊക്കെ പുറത്തു പോകാനല്ലേ സാധ്യതയുള്ളത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആശിഖായി സലാത്തും ചൊല്ലിപ്പോകുന്ന സമയത്തുള്ള മരണം അതൊരു വലിയ ബഹുമാനമുള്ള മരണമായി ഈ പാവപ്പെട്ട ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും മരിക്കുന്ന സമയത്ത് അല്ലാഹു പൊരുത്തപ്പെട്ട ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി നമ്മുടെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും സംഭാവനകളും സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. ഇതിലിടക്കൊരു കാര്യം സൂചിപ്പിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കമ്പ്യൂട്ടർ നിർബന്ധമായും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക ശേഷി തന്ന ആരെങ്കിലും അത് കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് പേര് തരണം എന്ന് ഓർമ്മപ്പെടുത്തും. ഒരാൾക്ക് കഴിയില്ലെങ്കിൽ രണ്ടാൾ ഷെയർ ആയിട്ട് കൊടുക്കാം. അതുപോലെ ഈ സ്ഥാപനത്തിന് കുറെ കടങ്ങളുണ്ടെന്ന് പറഞ്ഞു, അത് വീട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. നമ്മളും മരിക്കുമെന്ന ബോധത്തോടെ നാം ജീവിക്കണം. സഹോദരന്മാരെ, അല്ലാഹു സർവ്വ കടങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഏകദേശം 45 ലക്ഷം റുപ്യ കടമുള്ളവനാണ് ഇപ്പോഴും. ഈ 45 ലക്ഷം റുപ്യ കടമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ആ 45 ലക്ഷം റുപ്യേക്കാൾ കൂടുതൽ ആസ്തിയുണ്ട്. ഇവിടെയുമുള്ള കടം അങ്ങനെയാകണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ പ്രവർത്തനം നടത്തി സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ചലനവുമില്ലാത്ത പ്രദേശത്ത് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ചെറിയ ഓല ഷെഡ് കെട്ടിയിട്ട് സ്ഥാപനം തുടങ്ങി. ഞാൻ ആദ്യമായി വേങ്ങര ഇരിങ്ങല്ലൂരിൽ മജ്മഇന് വേണ്ടി ഞാനും വള്ളില മുഹമ്മദ് ഫൈസിയും KM റഹീം സാഹിബും വണ്ടൂർ അബ്ദുറഹ്മാൻ ഫസിയും കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയും ബുക്കർ സാഹിബും അതുപോലെ സയ്യിദ് അലവി ചങ്ങരയും വഫാ സാഹിബും അങ്ങനെയുള്ള പ്രവർത്തകന്മാർ ഞങ്ങൾ പ്രവർത്തന രംഗത്ത് തുടങ്ങി. അങ്ങനെ വേങ്ങര ഇരിങ്ങല്ലൂരിലും അതുപോലെ അരീക്കോട് മജ്മഇന്റെ പ്രവർത്തനവും കോഴിക്കോട് SSFന്റെ സ്റ്റേറ്റ് ഓഫീസിന്റെ പ്രവർത്തനവുമായി ഞങ്ങൾ പല സ്ഥലത്തും ഓടി നടന്ന് കറങ്ങി പിരിവെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം. അങ്ങനെ അൽഹംദുലില്ലാഹ് വേങ്ങരയിൽ ഇരിങ്ങല്ലൂരിലെ സ്ഥാപനത്തിന് ഒരു വാർപ്പ് കഴിക്കാൻ വേണ്ടി വടകര കൈനാട്ടിയിലുള്ള അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ വലിയൊരു സഹായം ചെയ്തു. അങ്ങനെ അതിന്റെ പണി കഴിച്ചു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അദ്ദേഹം വാഹനാപകടത്തിൽ മരിച്ചുപോയൊരു മഹാനാണ്. വലിയ ധർമ്മിഷ്ഠനും നല്ല മനുഷ്യനുമായിരുന്നു. ഇരിക്കട്ടെ, ആ സ്ഥാപനം പിന്നീട് വള്ളില മുഹമ്മദ് ഫൈസിയോട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അതുപോലെ അരീക്കോടുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ അരീക്കോട് ഭാഗത്തുള്ള പ്രവർത്തകന്മാരെ അതും ഏൽപ്പിച്ചു. എന്റെ വന്ദിരായ ഗുരുവര്യർ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവിടുത്തെ നിർദ്ദേശപ്രകാരം ഞാൻ കൂടുതൽ സമയം കുറ്റ്യാടിയിൽ ചെലവഴിച്ചു. കുറ്റ്യാടിയിൽ ചെലവഴിക്കാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. കുറ്റ്യാടിയിൽ ഞാൻ കോളേജിൽ നിന്ന് മർക്കസ് സഖാഫത്തി സുന്നിയിൽ പഠിച്ച് അവിടെ നിന്ന് സഖാഫിയായി
ഒരു കൊല്ലം പിന്നെയും അവിടെ പഠിക്കാൻ വേണ്ടി അള്ളാഹു അവസരം തന്നു. ആ മഹത്തായ സ്ഥാപനത്തിന്റെ പേരിൽ ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അള്ളാഹു അവരുടെ മനസ്സ് നന്നാക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആ സ്ഥാപനം അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉസ്താദ് എന്നെ വിളിച്ചൊരു വസിയ്യത്ത് ചെയ്തു. എന്താ വസിയ്യത്ത്? എടാ, നീ വഅദ് പറയാൻ പോയാൽ, എവിടെ പോയി വഅദ് പറഞ്ഞാലും, ചില ആളുകൾക്ക് വഅദ് പറഞ്ഞു പോകുന്ന മുസ്ലിയാരെ കീശയിൽ ഹദിയയായിട്ട് പണം കൊടുക്കലുണ്ട്. അങ്ങനെ വല്ലവരും നിനക്ക് വല്ലതും തന്നാൽ നീ എണ്ണി നോക്കാൻ പാടില്ല. എന്നോട് കാന്തപുരം ഉസ്താദ് നടത്തിയൊരു വസിയ്യത്താണ്. നീ അത് എണ്ണി നോക്കാൻ പാടില്ല. ഞാൻ എണ്ണി നോക്കാറില്ല, നീയും എണ്ണി നോക്കരുത്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, എന്തുകൊണ്ട്? ഒരു സ്ഥലത്ത് പോയിട്ട് കിട്ടിയ സംഖ്യ കുറച്ച് കുറവാണെങ്കിൽ പിറ്റത്തെ കൊല്ലം അവിടെ ക്ഷണിച്ചാൽ പോകാൻ മനസ്സുണ്ടാവൂല. കാരണം അവിടെ പോയാൽ പൈസ കുറച്ചേ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി പോവാൻ നല്ല മനസ്സുണ്ടാവൂല. അതുകൊണ്ട് ഞാൻ എണ്ണി നോക്കാറില്ല, നീ എണ്ണി നോക്കരുത് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, എത്ര പൈസ കിട്ടിയെന്ന് നോക്കാൻ വേണ്ടി ഇപ്പോഴും എണ്ണി നോക്കാറില്ല. അത് നോക്കിയിട്ട് പോലുമില്ല. എന്നാൽ അതുകൊണ്ട് ഇപ്പൊ പട്ടിണിയായിട്ടുണ്ടോ? ഇല്ല, നല്ല അന്തസ്സോടെ ജീവിക്കുന്നുണ്ട്, ഒരു പട്ടിണിയുമില്ല. അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ്. ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാണ്, സിറാജുൽ ഹുദയുടെ കീഴിൽ 30 പള്ളി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടുണ്ടാക്കി, 25 മദ്രസ തുടങ്ങി. ചിലതൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കി, ചിലതിന്റെ പണി നടക്കുന്നുണ്ട്, ചിലത് ഓല ഷെഡിലുണ്ട്. 5 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി. കുറെ ഷെഡിലുണ്ട്, കുറച്ച് ബിൽഡിംഗ് എടുക്കുന്നതുണ്ട്. 5 ശരീഅത്ത് കോളേജ് തുടങ്ങി. അത് ചിലത് പള്ളിയിൽ തന്നെ നടത്തുന്നുണ്ട്, ചിലത് കോളേജിൽ നിന്ന് നടത്തുന്നുണ്ട്. അതിന് കീഴിൽ ഒരു ബോർഡിംഗ് മദ്രസ ഉണ്ട്, ഖുർആൻ മനപ്പാടാക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അങ്ങനെ പല സ്ഥാപനങ്ങളും ഈ 13 കൊല്ലത്തിനിടയിൽ അല്ലാഹു തആല തന്നു. ഞാൻ ഇന്നലെ പാലക്കാട് ജില്ലയിൽ എനിക്ക് 2 പ്രസംഗ പരിപാടി. ആ 2 പ്രസംഗ പരിപാടി കഴിഞ്ഞ് വരുമ്പോ ഒരു സഞ്ചി നിറയെ നേർച്ച പൈസ കിട്ടി. ഞാൻ ആരോടും പറഞ്ഞിട്ടല്ല, ആളുകളോട് തന്ന നേർച്ച പൈസയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ അതിന് ഫലം നൽകട്ടെ. ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ ഓഫീസിൽ കൊടുത്ത് എണ്ണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ എണ്ണി നോക്കിയപ്പോ എല്ലാം കൂടി 50,000 ഉറുപ്പിയോളം ഉണ്ട്. നേർച്ച പൈസ കിട്ടിയത് ഇന്നലെ വയലിന് പോയിട്ട് കിട്ടിയത്. അൽഹംദുലില്ലാ, ഞാനവിടെ 12 കൊല്ലത്തോളമായി ദർസ് നടത്തുന്നുണ്ട്. 5 പൈസ ഞാൻ ഇതുവരെ ശമ്പളം പറ്റിയിട്ടില്ല. എന്നെ അല്ലാഹു തആല പട്ടിണിയാക്കിയിട്ടില്ല. 5 പൈസ കമ്മീഷൻ എടുത്തിട്ടില്ല. അല്ലാഹു അതുകൊണ്ട് എന്നെ പരാജയപ്പെടുത്തിയിട്ടില്ല. ഞാനൊരു ദിവസം അബൂദാബി പോയി. ഒന്നുമില്ല, കയ്യിൽ കടമുണ്ട്, ഭയങ്കര കടം. നാദാപുരത്ത് ഒരു സ്ഥലവും ബിൽഡിംഗും എടുത്തിട്ട് ഭയങ്കര കടമുണ്ട്. അങ്ങനെ പോയിട്ട് ഒരു അബൂദാബിയിലെ ഒരു അറബിനെ പോയി കണ്ട് അയാളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഏകദേശം ഒരു 10 ലക്ഷം റുപ്യന്റെ ഒരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്, ഒരു പറമ്പും. അതിന് 5 പൈസയില്ല, കടത്തിലാണ്, കൊടുങ്ങൾ എടുത്തിരണം. അയാള് എന്നോട് നിങ്ങൾ അറഫന്റെ അന്ന് വരണമെന്ന്. അയാൾ തരൂന്നും പറഞ്ഞില്ല, തരൂല എന്ന് പറഞ്ഞില്ല. അറഫന്റെ അന്ന് നോമ്പ് നോറ്റുപോയി. അസർ നിസ്കരിച്ചപ്പോ എന്നോട് നിങ്ങൾ ഇവിടെ ഒരു ക്ലാസ് എടുക്കണം. ഞാൻ ക്ലാസ് എടുത്തപ്പോ ഇയാൾ എന്നോട് നിങ്ങൾ ഇവിടുന്ന് നോമ്പ് ഓർക്കണോ. ഞാൻ എന്നെ വിളിച്ചു കിട്ടാൻ കളിക്കുക. അങ്ങനെ ഞാൻ പള്ളിന്റെ ഒരു മൂലയിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇയാൾ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ രണ്ടാമത് മടങ്ങി വന്ന് 1 ലക്ഷം ദിർഹമിന്റെ ചെക്ക്, ക്യാഷ് ചെക്ക് എഴുതിയിട്ട് എന്റെ കൈ തൊട്ട് പറഞ്ഞിതാ, നിങ്ങളും അള്ളാഹു ഞാനും അല്ലാതെ ആരും അറിയരുത്, അതെന്റെ വകയിലായിക്കോട്ടെ എന്ന്. 1 ലക്ഷം ദിർഹമിന്റെ ചെക്ക് അത് കീശയിലിട്ട് ഉടനെ ഇയാൾ കയ്യിൽ, പിന്നെ ഇയാൾ കൈയിട്ടിട്ട് 1000 ദിർഹം എടുത്തിട്ട് എന്റെ കൈ തൊട്ട്, ഇത് നിങ്ങൾക്ക് തരുന്നതാണ് എന്ന്. ഞാൻ പറഞ്ഞു, ഞാനിത് ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എന്റെ വീട്ടിന്റെ പണി നടക്കുന്ന സമയമായതുകൊണ്ട് കിട്ടിയത് വലിയ ഉപകാരത്തിലാണ്. അപ്പൊ ഇയാള് മെല്ലെ കീശയിൽ രണ്ടാമത് കൈയിട്ടിട്ട് 5000 ദിർഹം എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ ഞാൻ കൂറുകൂടുകയാണ് എന്ന്. 5000 പിന്നെയും തന്നു. അള്ളാഹു തരുന്നതിന്റെ കോല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെയുള്ള ചെറുപ്പക്കാരോട്, വെള്ളിലെ മുഹമ്മദ് ഫൈസി മരിച്ചു പോയെങ്കിലും ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും,
ഒരു നേതാവ്, ഏറ്റവും വലിയ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വഫാത്തായി പോയാലും നിങ്ങളെ പ്രവർത്തന രംഗത്ത് നിങ്ങൾ പിന്മാറാൻ പാടില്ല. നിങ്ങൾ വളരെ സജീവമായ പ്രവർത്തന രംഗത്ത് നിങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിലെ മുഹമ്മദ് ഫൈസി വഫാത്തായി പോയെങ്കിലും ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, സ്ഥാനമാനം ലക്ഷ്യം വെക്കാതെ, കാര്യലാഭം ചിന്തിക്കാതെ, ഈ ശൈലന്തെങ്കിലും കിട്ടണമെന്ന് ആലോചിക്കാതെ അള്ളാഹുവിന്റെ വജഹിനെ കരുതി നിങ്ങൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവാണ് തരുന്നവൻ, അവനാണ് തരുന്നവൻ, അവനാണ് തടയുന്നവൻ. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുകളൊക്കെ അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. ദീനീ പ്രവർത്തനം നടത്തണം. ഇവിടെ സ്ഥലം വാങ്ങിയ വകയില കടമുണ്ട് എന്ന് പറഞ്ഞത്, അല്ലാതെ പിട്ടുന്ന വകയിലല്ല. ഇതുപോലെ ഞാൻ 45 ലക്ഷം റുപ്യ കടമുണ്ടെന്ന് പറഞ്ഞത് 4 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് 3 ഏക്കർ വീതം സ്ഥലം വാങ്ങേണ്ടി വന്നു. 2 ഏക്കർ 3 ഏക്കർ സ്ഥലം വാങ്ങേണ്ടി വന്നു. അപ്പൊ പിന്നെ കടം വരാതിരിക്കുമോ? വലിയ കടമുണ്ട്, അല്ലാഹു വീട്ടിൽ തരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ കടമുണ്ട്. ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു, അള്ള കടം വീട്ടിൽ തരണോ? ഒരു മാസത്തിൽ 6 ലക്ഷം റുപ്യോളം ചെലവിന് വേണോ? ഒരു 1.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യോളം നേർച്ചിട്ടു. അതും കഴിച്ച് ബാക്കി പിന്നെയും വേണ്ടേ? നേർച്ചക്കള്ള വലിയ ഫലം തന്നു. വെള്ളപ്പാണ്ട് രോഗം മാറിയിട്ട് കത്തയച്ചവരുണ്ട്, ഞാൻ കത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ അടുത്തുണ്ട് നമ്മളെ മലപ്പുറം ജില്ലയിൽ വളവട്ട് വരുന്നൊരു വീരാര് വരുന്നു. അയാളെ ഉമ്മ 2.5 കൊല്ലായിട്ട് ഭക്ഷണം കഴിക്കില്ല. 2.5 കൊല്ലായിട്ട് ഒരു ഭക്ഷണവും കഴിച്ചൂടാ. അപ്പൊ വളരെ വിഷമായി 5000 റുപ്യ സിറാജുലേക്ക് നേർച്ചയാക്കി, കുറച്ച് സലാത്തും ചൊല്ലി, നല്ലൊരു മുട്ട പുഴുകി, കുറച്ച് പാലും എടുത്ത് ഉമ്മാന്റെ അടുത്ത് വീട്ടം കൊടുത്തു. ബിസ്മില്ലാ. ഉമ്മ അങ്ങനെ തന്നെ അതങ്ങോട്ട് തിന്നു. മുട്ട പാലും കുടിച്ച് അത് മുതൽക്ക് ഇന്നേ വരെ നല്ല 1-ാം നമ്പറായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അയാൾ അഡ്രസ് ചെയ്യാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹു തആല വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ദീനീ സ്ഥാപനങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് തരും. പക്ഷേ നമ്മൾ ഇഖ്ലാസോടെ പ്രവർത്തിക്കണം. തരുന്നവൻ അല്ലാഹുവാണ്. ഇതുപോലെ 1000 സംഭവങ്ങൾ എനിക്ക് നിന്ന് നൃത്തത്തിൽ പറയാൻ കഴിയും. ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങളൊക്കെ സിറാജിൽ ഓരോ കലണ്ടർ വാങ്ങണം. അതിന്റെ ഒരു ഇടയ്ക്കൊരു പ്രചരണവും കൂടി അങ്ങോട്ട് ഇരുന്നോട്ടെ വെച്ചിട്ട് പറഞ്ഞാ ഇരിക്കട്ടെ. സഹോദരന്മാര്, ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോകുന്നു. ഇവിടെ കടം തീർക്കണം. ഈ സ്ഥാപനത്തിന്റെ കടം തീർക്കണം. അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. ഇവിടെ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കണം. അള്ളാഹു തന്നവർ അതിന് സഹായിക്കണം. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇവിടുന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സംഭാവനക്ക് വേണ്ടി വയത് പറയുന്നത് അറിഞ്ഞൂടാ. ഞാൻ സംഭാവനക്ക് വേണ്ടി വയത് പറയലുമില്ല. ഇന്നലെ ഒരു സദസ്സ് ഞാൻ പ്രസംഗിച്ച്, കുറേ സദസ്, ഇതിനേക്കാളൊക്കെ വലിയ സദസ്സാ. അത് പ്രസംഗിച്ച് കഴിയുമ്പോൾ ഒരാൾ കൊണ്ടുവന്നു ഒരു കുപ്പി സംസം വെള്ളം. ഈ സംസം വെള്ളം ഒന്ന് ലേലം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ലേലമൊന്നും വേണ്ടാന്ന്. ലേലം ചെയ്യരുത് എന്നൊരു അഭിപ്രായം എനിക്ക് ഉണ്ടായിട്ടല്ല, ചെയ്യാണ്ട് ഒപ്പിക്കണമെന്നുള്ള അഭിപ്രായം ഉള്ളത് കൊണ്ടാ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയോന്നറിയില്ല. കാരണം ഇഖ്ലാസോടുകൂടെ കൊടുക്കുന്ന ധർമ്മം, അതിന്റെ ബർക്കത്തൊന്ന് വേറെ തന്നെയാ. ലേലം ചെയ്യുമ്പോ, ലേലം ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷെ ലേലം ചെയ്യുമ്പോ എന്ത് വേണോ, എനിക്ക് എടുക്കണോന്ന് മനസ്സിലാക്കിയിട്ട് ഒരാള് ഒരു സാധനത്തിന് കൂടുതൽ വില പറയുകയാണെങ്കിൽ തെറ്റില്ല. നേരെ മറിച്ച് പല ആളുകളും ലേലം ചെയ്യാൻ അറിയോ, എനിക്ക് എടുക്കണമെന്ന് വിചാരിച്ചില്ല, മറ്റേയാളെ തലയിൽ മറിക്കണമെന്ന് വിചാരിച്ചിട്ടാ. മറ്റേയാളെ തലയിൽ മറിക്കണമെന്ന് വിചാരിച്ചിട്ടാ ലേലം ചെയ്യല്. സുബ്ഹാനല്ലാഹ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അങ്ങനെയാവുമ്പോ വില പറയല് തന്നെ തെറ്റാ. അപ്പൊ നല്ല ഇഖ്ലാസോടെ ലേലം ചെയ്തിട്ട് എടുക്കുന്നവർ വളരെ കുറയും. അതുകൊണ്ട് പരമാവധി അത്തരം ലേലങ്ങൾക്കൊന്നും സാധാരണ സമയം കണ്ടെത്താറില്ല. നിങ്ങൾ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി കൊടുക്കുന്നവർ കൊടുക്കണമെന്നാ പറഞ്ഞത്. ചെറിയൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദ്നാ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് വലിയ സൂഫിയാണ്, വലിയ മഹാനാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ച് അവിടുത്തെ ശിഷ്യനായി കൂടെ നടക്കാറുള്ള ജാഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ദിവസം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു നല്ല വീട് നിർമ്മിക്കുന്നതായി ഞാൻ കണ്ടു. ഒരു വലിയ വീട്ടിന്റെ പണി നടക്കുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ആ വീട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന മുതലാളിയുടെ സമീപത്തേക്ക് ചെന്ന് സലാം പറഞ്ഞു.
മാലിക് ഇബ്നു ദീനാറാണെന്ന് അറിഞ്ഞപ്പോൾ ആ മുതലാളി സമീപത്തേക്ക് അടുത്തോട്ട് വന്നു. അടുത്തു വന്നിട്ട് വലിയ ബഹുമാനം കാണിച്ചു. ആ സമയത്ത് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, മോനെ, ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി നീ എത്ര സംഖ്യയാണ് ചെലവഴിക്കാൻ തീരുമാനിച്ചത്? അദ്ദേഹം പറഞ്ഞു, തങ്ങളെ 1,00,000 ദീനാർ ചെലവഴിക്കാനാണ് എന്റെ തീരുമാനം. ഈ വീട് നിർമ്മിക്കാൻ 1,00,000 ദീനാർ ചെലവഴിക്കാനാണ് തീരുമാനം. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, മോനെ, 1,00,000 ദീനാർ ചെലവഴിച്ച് നീ നിർമ്മിക്കുന്ന ഈ വീട് കേടുവരാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമോ? തങ്ങളെ, ഒരു വീടും കാലകാലം ഇവിടെ നിലനിൽക്കുകയില്ല, കേടുവരുമെന്ന് ഉറപ്പാണ്. മോനെ, 1,00,000 ദീനാർ ചെലവഴിച്ച് നീ നിർമ്മിക്കുന്ന ഈ വീട്, ആ വീട്ടിൽ നിനക്ക് കാലകാലം താമസിക്കാൻ കഴിയുമോ? ഓ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, ഏത് വീട് ആര് നിർമ്മിച്ചാലും ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ വീട്ടുകാരന് നിർവാഹമില്ല. ഞാൻ നിർമ്മിക്കുന്ന വീട്ടിൽ വെച്ച് ഞാനും ഇറങ്ങിപ്പോകേണ്ടി വരും. ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചതിന് ശേഷം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മോനെ, നിന്നോട് ഞാൻ പറയട്ടെ, നിനക്ക് ഞാനൊരു വീടുണ്ടാക്കി തരട്ടെ. ഏത് വീടാ തങ്ങളെ? ഞാൻ നിനക്കുണ്ടാക്കി തരുന്ന വീട്, നിനക്ക് ഞാൻ വാങ്ങിത്തരുന്ന വീട്, ആ വീടൊരിക്കലും കേടുവരികയില്ല. ആ വീട്ടിന്റെ ഉടമസ്ഥൻ ആ വീട്ടിൽ നിന്നൊരിക്കലും ഇറങ്ങിപ്പോകേണ്ടി വരില്ല. ആ വീട്ടില് സൂര്യന്റെ ചൂട് കൊണ്ട് ചൂടുണ്ടാവുകയില്ല. ആ വീട്ടിൽ കിട്ടാത്ത ഭക്ഷണങ്ങളില്ല. ഉണ്ടാക്കി വെച്ച ഭക്ഷണം കേടുവന്നു പോവുകയില്ല. ആ വീട്ടിൽ കൂട്ടാളികളായുള്ള സ്ത്രീകൾ അവര് മെൻസസ് ഉണ്ടാകുന്ന സ്ത്രീകളല്ല, ജലദോഷം പിടിക്കുന്ന ഭാര്യമാരല്ല, ഭംഗി നഷ്ടപ്പെടുന്നവരല്ല, ഊരവേദനയുള്ള രോഗമുണ്ടാകുന്നവരല്ല. ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളെ മുഖം ചുളിഞ്ഞു പോകലില്ല. അവിടെയുള്ള ഭാര്യമാർക്ക് പ്രായം കൂടുതലാകലില്ല. എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു മാളിക നിനക്ക് ഞാൻ വാങ്ങിത്തരട്ടെ മോനെ. 1,00,000 ദീനാർ നീ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ? അതെവിടെയാണ് ആ വീട്? അത് സ്വർഗത്തിലാണ് ആ വീട്. നിനക്ക് ഞാനത് വാങ്ങിത്തരട്ടെ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ, ഒരല്പസമയം ചിന്തിക്കാൻ അവസരം തരണം. ഞാനൊരു വീട് നിർമ്മാണത്തിലല്ലേ ഈ വീട് നിർമ്മാണം നിർത്തിയിട്ട് സ്വർഗത്തിൽ നിങ്ങളൊരു വീട് വാങ്ങിത്തരാമെന്ന് പറയുമ്പോ ഞാൻ അതിന് നൽകണോ? എനിക്കൊന്ന് ചെറിയ സംഖ്യയല്ലല്ലോ, 1,00,000 ദീനാറല്ലേ. ഒന്ന് ചിന്തിക്കാൻ സമയം തരണം. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നാളെ വരാൻ പോലെ. മാലിക് ഇബ്നു ദീനാർ മടങ്ങിപ്പോയി. ജഅഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നത്തെ രാത്രിയിൽ ഒരുപാട് സമയം പാതിരാ സമയത്ത് നിസ്കരിച്ച് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരന്റെ ആഖിറത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, നന്മക്കുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ചു. നേരം വെളുത്ത് എന്നെയും കൂട്ടി ചെറുപ്പക്കാരൻ വീട് നിർമ്മിക്കുന്ന ഭാഗത്തേക്ക് ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ അതാ സമീപത്ത് വന്ന് 1,00,000 ദീനാർ മാലിക് ഇബ്നു ദീനാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഒരു കടലാസ് കൊണ്ടുവന്ന് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ എഗ്രിമെന്റ് എഴുതി കൊടുക്കുകയാണ്. ഹാദാ മാ വമിന മാലിക് ഇബ്നു ദീനാർ ലിഫുലാൻ ഇബ്നു ഫുലാൻ. ഇതാ മാലിക് ഇബ്നു ദീനാർ എഴുതി കൊടുക്കുന്ന എഗ്രിമെന്റ് ആണിത്. ഇന്നയാളുടെ മകൻ ഇന്നയാൾക്ക് എഴുതി കൊടുക്കുന്ന എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റിൽ പറയുന്നത് എന്താണ്? കേടൊന്നും സംഭവിക്കാത്ത സ്വർണത്തിന്റെ കട്ടിലുകളും അതുപോലെ വെള്ളിയുടെ കട്ടിലുകളുമുള്ള, അതേ കുങ്കുമത്തിന്റെയും മറ്റും മണ്ണുകളുള്ള, അതേ പറഞ്ഞാൽ വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു വലിയ മാളിക നിനക്ക് ഞാൻ സ്വർഗത്തിൽ ഈ സംഖ്യക്ക് വിലക്ക് വാങ്ങുന്നു. അത് മാലിക് ഇബ്നു ദീനാർ ഉത്തരവാദിയാണ്. അതിനേക്കാൾ കൂടുതൽ അല്ലാഹു നൽകുന്നുവെങ്കിൽ അത് അവന്റെ വകയിലാണ്. ഇത് ഞാൻ ഏറ്റെടുക്കുകയാണ്.
എഗ്രിമെന്റിന്റെ കടലാസ് കൊണ്ടുവന്ന് എഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തു. അത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, അരിഫികളാണ്. എന്നെ പോലുള്ള മനുഷ്യന്മാരല്ലവര്. അവർക്ക് അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം പലതും ചെയ്യാൻ കഴിയും. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. അല്ലാഹുവിന്റെ വഹി മുഖേന അഥവാ ഇൽഹാമാകുന്ന വഹി മുഖേന വൗഹൈനാ ഇലാ ഉമ്മി മൂസാ, മൂസാ നബിയുടെ ഉമ്മക്ക് നമ്മൾ വഹി അറിയിച്ചു എന്ന് ഖുർആൻ പറഞ്ഞ ഇൽഹാമിന്റെ വഹി. ആ ഇൽഹാം മുഖേന ഔലിയാക്കൾ ചെയ്യുന്ന കാര്യമാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. സംഖ്യയും വാങ്ങി മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സലാം ചൊല്ലി പിരിഞ്ഞു. ദുനിയാവിൽ ഉണ്ടാക്കുന്ന വീടിന് പകരം ആഖിറത്തിലൊരു വീട്. എഗ്രിമെന്റ് കൊടുത്തു വന്ന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അതാ ഏകദേശം ഒരു 6 മാസത്തോളം ജീവിച്ചു. ആ സമയങ്ങളിലൊക്കെ ചെറുപ്പക്കാരന് വേണ്ടി ഓരോരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഒരു ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മിഹ്റാബിൽ തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ജാഫർ, നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. എവിടെയാണ്? നീ എന്റെ കൂടെ വരണം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങള് മിഹ്റാബിൽ നിന്ന് ഇറങ്ങി, പള്ളിയിൽ നിന്നിറങ്ങി നേരത്തെ വീട് നിർമ്മിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിന്റെ ഭാഗത്തേക്ക് ചെന്നു. ആ പഴയ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരന്റെ പഴയ വീട്ടിന്റെ സമീപത്ത് ചെല്ലുമ്പോ പുതിയ വീട് നിർമ്മാണം നിർത്തിപ്പോയി. അത് സ്വർഗത്തിലെ വീട്ടിന് വേണ്ടി ചെലവഴിച്ചു പോയി. ആ സ്ഥലത്തങ്ങ് ചെല്ലുമ്പോ വീട്ടിൽ നിന്ന് കരച്ചല് കേൾക്കുന്നു. ഞങ്ങൾ സമീപത്തേക്ക് ചെന്നു. അവിടെ കയറി നോക്കുമ്പോ ചെറുപ്പക്കാരൻ ഇന്നലെ മരിച്ചു പോയിട്ടുണ്ട്. മരിച്ച വീടാണ്. അവിടെ നിന്ന് ആരോ കരയുന്ന ശബ്ദമാ കേട്ടത്. മാലിക് ഇബ്നു ദീനാറും ഞാനും കൂടി വീട്ടിലേക്ക് കടന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, ഈ ചെറുപ്പക്കാരൻ മരിക്കുമ്പോൾ വല്ല പ്രത്യേകതയും ഉണ്ടായോ? ആ സമയത്ത് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് അവരിൽ ഒരാൾ പറഞ്ഞു, തങ്ങളെ, ഈ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് എന്നോട് അദ്ദേഹത്തെ കുളിപ്പിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തു. അങ്ങ് പറയുമ്പോ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു കീശയിലേക്ക് കൈയിട്ടിട്ടൊരു കടലാസ് ഇങ്ങെടുത്തു. കടലാസ് എടുത്തിട്ട് ആ പറഞ്ഞ മയ്യത്ത് കുളിപ്പിച്ച കഫൻ തുണിയിൽ കടലാസ് വെച്ച മനുഷ്യന്റെ കയ്യിലേക്ക് ഒരു കടലാസ് കീശയിൽ എടുത്തിട്ടങ്ങ് കൊടുത്തു. കൊടുത്തിട്ട് ചോദിക്കുന്നു, ഈ കടലാസും നിങ്ങളെ കയ്യിലേൽപ്പിച്ച കടലാസും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? അപ്പോഴാണ് സഹോദരന്മാരെ കടലാസ് ഒന്ന് നോക്കിയിട്ട് മയ്യത്ത് കുളിപ്പിച്ച മനുഷ്യൻ പറയുന്നു, തങ്ങളെ, ഇന്നലെ ആ ചെറുപ്പക്കാരൻ ഏൽപ്പിച്ച കടലാസ് ഇത് തന്നെയാണ് തങ്ങളെ. അന്ന് രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മിഹ്റാബിൽ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മിഹ്റാബിൽ വന്ന് വീണ കടലാസാണ്. ആ കടലാസ് തന്നെയാണ് ഇന്നലെ എന്നെ ഏൽപ്പിച്ചത് തങ്ങളെ. അതെടുത്തൊന്ന് മറിച്ചു നോക്കുമ്പോൾ അതിലുള്ള വിവരം എന്താണ്? അതിൽ പറയുന്ന വിവരം, ഹാദിഹി ബറാഅത്തും മിൻ ഫുലാൻ ഇബ്നു ഫുലാൻ ലിമാലിക് ഇബ്നു ദീനാർ. മാലിക് ഇബ്നു ദീനാറിന് ഇതാ ഇന്നയാളുടെ മകൻ എന്ന് ഞങ്ങൾ എഴുതുന്ന ഒഴിമുറിയാണ്. അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന മോചനപത്രമാണ്. നിങ്ങൾ എനിക്ക് എഗ്രിമെന്റ് എഴുതി തന്ന സ്വർഗത്തിലെ മാളികയുണ്ടല്ലോ, 1,00,000 ദീനാർ നിങ്ങളെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ എഴുതി തന്ന ആ എഗ്രിമെന്റിൽ പറഞ്ഞ മാളികയും അതിനേക്കാൾ എത്രയോ കൂടുതലും അല്ലാഹു എനിക്ക് തന്നു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ ഉത്തരവാദിത്വത്തിൽ ഇതോടെ ഒഴിവാക്കിയിരിക്കുന്നു. ഇത് എഴുതിയിട്ടുള്ള കടലാസാണ് മാലിക് ഇബ്നു ദീനാറിന്റെ കയ്യിലുള്ളത്. അത് തന്നെയാണ് കുളിപ്പിക്കുന്നതിന്റെയും മരിക്കുന്നതിന്റെയും മുമ്പ് എന്റെ കയ്യിലേൽപ്പിച്ച കടലാസ്
കുളിപ്പിച്ച മനുഷ്യനെന്ന് പറയുമ്പോ അവിടെ സദസ്സിൽ പങ്കെടുത്ത എല്ലാ ആളുകളും കണ്ട് അത്ഭുതപ്പെട്ടു പോയി. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും ഈ ചെറുപ്പക്കാരൻ ആഖിറം ചിന്തിച്ചുകൊണ്ട് കൊടുത്ത സദഖയും ആ സദഖയുടെ ഫലം ഇവിടെ വെച്ച് തന്നെ അനുഭവിച്ച് അതിന്റെ റിപ്ലൈ വന്നതും കണ്ടപ്പോൾ ആ സദസ്സിൽ നിന്നൊരു മുതലാളി എഴുന്നേറ്റ് നിന്ന് മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് പറയുന്നു, ഓ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, ഖുദ് മിന്നീ 200,000 ദീനാർ, 2,00,000 ദീനാർ നിങ്ങളൊന്ന് എന്നിൽ നിന്ന് സ്വീകരിക്കൂ. എനിക്കും ഇതുപോലൊരു എഗ്രിമെന്റ് എഴുതി തരൂ, സ്വർഗത്തിലെ മാളികക്കൊരു എഗ്രിമെന്റ് തരൂ. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, കാനമാ കാന ഫാത്തമാ ഫാത്താ, ഉണ്ടായതൊക്കെ ഉണ്ടായി കഴിഞ്ഞു മോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങനെ എഗ്രിമെന്റ് കൊടുക്കുന്ന പരിപാടിയില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇർശാദുൽ ഇബാദിൽ വരെ ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതി കൊടുത്തവർ, അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതി ചെയ്തവർ, അവർക്കത് ഫലം ലഭിക്കുന്നത് തന്നെ. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ 1,00,000 ദീനാർ കിട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് മക്കൾക്കും ഭാര്യക്കും കൊടുത്തോ? ഇല്ല, അത് സാധുക്കൾക്ക് സദഖ ചെയ്തു തീർത്തു. അങ്ങനെയാണ് പഴയകാലം മുതലേ പണ്ഡിതന്മാരും മഹാന്മാരും ജനങ്ങളിൽ നിന്ന് പിരിവ് വാങ്ങി അവർ സാധുക്കളെ സഹായിച്ചു. ആ പ്രവർത്തനം ഇന്നും പണ്ഡിതന്മാരും സാലിഹീങ്ങളും തുടരുന്നു. അതിലെല്ലാവരും സഹകരിക്കണം എന്ന് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്കൊരൽപ്പം ദിക്ർ ബഹുമാനപ്പെട്ട പള്ളിയിൽ മുഹമ്മദ് ഫൈസിന്റെ പേരിലും നമ്മിൽ നിന്ന് മരിച്ചുപോയ മറ്റുള്ളവരുടെ പേരിലും ഒക്കെ ചൊല്ലണം. സലാത്തും ജൽബി നമുക്ക് വരക്കണം. എല്ലാ മോമിനികളും സദസ്സിലേക്ക് വരണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ എല്ലാവരുടെ ഖബറും അല്ലാഹു ജല്ല ജലാലുഹു സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു തആല സാധുക്കളായ നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളുടെ ഖബറിനെയും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ.